വേട്ടക്കാർ അധ്യായം 21. ഓട്ടോർ ഇരിപ്പൂർ കോളനി കഴിഞ്ഞുള്ള ഇറക്കം പിന്നിട്ട് കയറ്റം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എങ്ങോട്ടാ ചേട്ടാ പോകേണ്ടത്? ഗിയർ മാറ്റുന്നതിനിടയിൽ അവൻ തിരക്കി. ഇവിടെ നിർത്തിക്കോ. അയാളുടെ ശബ്ദം ഒരു വന്യമൃഗത്തിന്റെ മുരൾച്ച പോലെയാണ് ഇന്ദ്രന് തോന്നിയത്. തൊട്ടപ്പുറത്തെങ്ങും ആൾതാമസമില്ല. റോഡിന് വലതുവശം വെട്ടി നീക്കിയ കാപ്പിത്തോട്ടമാണ്. പിന്നെ കുരുമുളക് ചെടികളുമേന്തി നിൽക്കുന്ന മരങ്ങളും. പിന്നാലെ വരുന്ന വാഹനത്തിന് കടന്നു പോകത്തക്ക വിധത്തിൽ ഓട്ടോ ഇടത്തേക്ക് ചേർത്ത് നിർത്തി. പൊടുന്നനെ മുന്നിൽ കടന്ന ജീപ്പ് ഇടത്തേക്ക് വെട്ടിമാറി റോഡിന് പുറകെ നിന്നു. ഇന്ദ്രന് അപകടം മണത്തു. ഒരു ചുവന്ന ജീപ്പാണത്. അതെ, വൈരന്റെ ജീപ്പ്. ഇന്ദ്രൻ തല പുറത്തേക്ക് നീട്ടി. വഴിയിടിച്ച് വണ്ടി നിർത്തടാ. മറുപടിയായി ജീപ്പിൽ നിന്ന് വൈരന്റെ ആളുകൾ റോഡിലേക്ക് ചാടി. നിനക്ക് തരാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങള്. അത് തന്നു കഴിഞ്ഞിട്ട് ജീപ്പ് മാറ്റാം. എന്താ? മറുഭാഗത്തുകൂടി വൈരനും ഓട്ടോയ്ക്ക് മുന്നിലേക്ക് വന്നു. മര്യാദ കൊണ്ട് ഇവിടെ കാര്യമില്ലെന്ന് തോന്നിയ ഇന്ദ്രൻ പിന്നോട്ട് തിരിഞ്ഞു. ചേട്ടൻ രക്ഷപ്പെട്ടോ, ഇവന്മാർക്ക് എന്നെ വേണം. എനിക്കും വേണ്ടത് നിന്നെ തന്നാടാ. പറഞ്ഞതും അയാൾ ഒരു കത്തി വലിച്ചെടുത്ത് അവന്റെ കഴുത്തിൽ ചേർത്തമർത്തി. നടുക്കത്തിനിടയിൽ തന്നെ തന്റെ കഴുത്തിലമർന്ന കത്തിയുടെ തണുപ്പ് ഞരമ്പുകളിലൂടെ മിന്നൽ വേഗത്തിൽ ശരീരമാകെ പടർന്നത് അവൻ അറിഞ്ഞു. പിന്നിൽ നിന്ന് അമർത്തിയ ചിരി കേട്ടു. നീ വലിയ പുള്ളിയാന്നൊക്കെ ആൾക്കാര് പറയണത്. പക്ഷേ അത് ഈ കത്തിക്കോ എനിക്കോ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാതെ അനങ്ങല്ലേ. കഴുത്തങ്ങ് പൂളിപ്പോകും, മാങ്ങ പൂളും പോലെ. ഇന്ദ്രൻ വിയർക്കാൻ തുടങ്ങി. വൈരനും കൂട്ടാളികളും അവന്റെ തൊട്ടുമുന്നിൽ വന്നു നിന്നു. ഇങ്ങോട്ടിറങ്ങി വാടാ. ഇറങ്ങിക്കോടാ. പിന്നിൽ ഇരുന്നയാളും പറഞ്ഞു. കരുതലോടെ ഇന്ദ്രൻ റോഡിലേക്ക് കാൽവച്ചു. കത്തി മാറ്റാതെ തന്നെ പിന്നിൽ ഇരുന്നയാളും ഒപ്പം ഇറങ്ങി. സുഗുണന്റെ വീട്ടിൽ നിറങ്ങാൻ ഞാൻ തന്ന സമയം തീർന്നത് നീ അറിഞ്ഞില്ലേടാ, വൈരൻ പുച്ഛിച്ചു. ജീപ്പിന്റെ ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുകയായിരുന്നതിനാൽ വൈരന്റെ കണ്ണുകളിലെ തിളക്കം ഇന്ദ്രൻ കണ്ടു. അവൻ മിണ്ടിയില്ല. മറുപടി പറയടാ, വൈരൻ അവന്റെ താടിയിലൊന്ന് തട്ടി. കത്തിമുനയിൽ നിർത്തി ധൈര്യം കാണിക്കാതെ ചുണയുണ്ടെങ്കിൽ ആണുങ്ങളെപ്പോലെ നേരെ നിൽക്കടാ, ഇന്ദ്രൻ പല്ലിഞ്ഞരിച്ചു. അപ്പോൾ കാളിയപ്പൻ പറഞ്ഞു. കത്തി പിടിച്ചിരിക്കുന്നത് അവനല്ലല്ലോ, ഞാനല്ലേ. താൻ ആരാടോ? അവൻ തിരയാൻ ഭാവിച്ചു. വേണ്ട, തിരിയണ്ട. കാളിയപ്പന്റെ മുഖം കാണുന്നവൻ പിറ്റേന്ന് കാലത്ത് ശവമാ. കാളിയപ്പൻ. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. നമ്മളിവിടെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു നിന്നാൽ പറ്റത്തില്ലല്ലോ. അങ്ങോട്ട് നടക്ക്. അവർ ജീപ്പിന്റെ ലൈറ്റണച്ചിട്ട് ഇന്ദ്രനെ വെട്ടിമാറ്റിയ കാപ്പിത്തോട്ടത്തിലേക്ക് നടത്തി. രാത്രി. പത്തനാപുരത്ത് യോഹന്നാന്റെ വീട്ടിൽ ചീട്ടുകളി തകൃതിയായിട്ട് നടക്കുകയായിരുന്നു. 4 മുറികളിലായാണ് കളി നടക്കുന്നത്. ശിവജിയും അന്ന് സ്ഥലത്തുണ്ട്. ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അന്നത്തെ രാത്രിക്ക്. ബാങ്കർ സത്യനേശന്റെ മകൻ വിശ്വനെയും ശിവജി ചീട്ടുകളിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുത്തെ സെറ്റപ്പുകൾ കണ്ടപ്പോൾ വിശ്വനും ഇഷ്ടമായി. മേഴ്സിയുടെ പരിചരണമാണ് അവനെ ഏറെ പിടിച്ചത്. അറിയാത്ത ഭാവത്തിൽ അവളെ തട്ടാനും ഒട്ടാനുമൊന്നും അവൻ മടിച്ചുമില്ല. ശിവജി എല്ലാം കാണുന്നുണ്ടായിരുന്നു. താൻ തെളിക്കുന്ന വഴിയെ വിശ്വൻ വരുന്നതറിഞ്ഞ് പകയുടെ കനലുകൾ ഉള്ളിൽ അടുക്കി വെച്ച് അവൻ ചിരിച്ചു. ശകുന്തളയുടെ പ്രാണന് പകരമായി ഇനി ഏതു നിമിഷവും ഒരു കത്തി ഇവന്റെ പള്ളയിലേക്ക് കുത്തിക്കയറ്റി ഇടംവലം തിരിക്കേണ്ട കാര്യമേ ഉള്ളൂ. സത്യനേശൻ മുതലാളി പോലും തന്നെ സംശയിക്കില്ല. പക്ഷേ അതിന് പറ്റിയ ഒരു സാഹചര്യമാണ് വേണ്ടത്. അത് ഉണ്ടാക്കിയെടുക്കണം. പറ്റും, തന്നെ കൊണ്ട് അതിന് കഴിയും. ശിവജി. വിളികേട്ട് അവൻ ചിന്തയിൽ നിന്നുണർന്നു. വിശ്വനാണ്. എന്താ കൊച്ചുമുതലാളി? അവൻ അങ്ങോട്ട് ചെന്നു. കൊണ്ടുവന്ന കാശ് തീർന്നു, കടം വേണം. അവൻ അപ്പോൾ തന്നെ 100ന്റെ ഒരു കെട്ട് നോട്ടെടുത്ത് കൊടുത്തു. രാവിലെ മറക്കാതെ തിരിച്ചു മേടിച്ചോണം. ഓ. മേഴ്സി ഒരു ട്രെയിൽ മദ്യം നിറച്ച ഗ്ലാസുമായി അവന്റെ അടുത്ത് ചെന്നു. അവളെ നോക്കി ചുണ്ടൊന്ന് നുണഞ്ഞിട്ട് ശിവജി ഗ്ലാസ് എടുത്തു. പിറ്റേന്ന് രാവിലെ ശിവജിയെ സത്യനേശൻ മുതലാളി വീട്ടിലേക്ക് വിളിച്ചു. അവൻ ചെല്ലുമ്പോൾ സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സത്യനേശൻ. ഗുണ്ടകളിൽ ഏതാനും പേർ മുറ്റത്ത് കാത്തു നിൽപ്പുണ്ട്. ശിവജിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു നിവർന്നു. മുഖവുര കൂടാതെ സത്യനേശൻ പറഞ്ഞു. ശിവജി, ഈ പത്തനാപുരത്ത് എവിടെ നിന്നോ വരുന്ന സ്പിരിറ്റ് ഇഷ്ടം പോലെ ഒഴുകുന്നുണ്ട്. താൻ പിടിക്കപ്പെട്ടോ? ശിവജിയുടെ നട്ടെല്ലിനുള്ളിൽ ഒരു പഴുത്ത ലോഹം കുത്തിക്കയറുന്ന അനുഭവം ഉണ്ടായി. മുതലാളി, അത് ഒട്ടും സംശയം വേണ്ട. നമ്മളുണ്ടാക്കുന്ന വാറ്റുചാരായം നേരത്തെയുള്ളതിന്റെ 4/1 പോലും പോകുന്നില്ല. അതിൽ കുറഞ്ഞ വിലയ്ക്ക് മദ്യവർക്ക് പട്ടച്ചാരായം കിട്ടുന്നുണ്ട്. ഇനി പ്രയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചു വേണം. ശിവജി തീർച്ചയാക്കി. സ്പിരിറ്റ് വിൽപ്പന നടത്താൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല അത് ഞാൻ വേണ്ടെന്ന് വെച്ചത്. നമ്മുടെ നാട്ടിലെ ആളുകൾ നമ്മളുണ്ടാക്കുന്ന ചാരായം കുടിച്ചോട്ടെ എന്ന് കരുതിയ. അതുകൊണ്ട് എത്രയും വേഗം സ്പിരിറ്റിന്റെ ഉറവിടം കണ്ടെത്തണം. നീ ഒരാഴ്ചത്തേക്ക് കച്ചി വിൽപ്പന നിർത്തിവെച്ചിട്ടായാലും വേണ്ടില്ല. ഇവരുടെ കൂടെ കാണണം. ഓണക്കാലത്ത് നമ്മുടെ ഒരു തുള്ളി ചാരായം പോലും ബാക്കിയിരിക്കരുത്. ശരി മുതലാളി. അങ്ങനെ പറയുമ്പോൾ അവന്റെ ശബ്ദം താണിരുന്നു. ഓണക്കാലത്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നതാണ്. കച്ചിക്ക് പോയില്ലെങ്കിൽ കാര്യം നടക്കില്ല. തൽക്കാലം സ്പിരിറ്റിൽ നിന്ന് മുതലാളിയുടെ ശ്രദ്ധ തിരിച്ചുവിട്ടേ പറ്റൂ. ഗുണ്ടകളുടെയൊപ്പം അന്വേഷണത്തിനെന്ന ഭാവത്തിൽ ഇറങ്ങുമ്പോഴും ശിവജിയുടെ മനസ്സിൽ അതായിരുന്നു. ഉച്ചയോടുകൂടി അവൻ സത്യനേശന്റെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു. ഫോണെടുത്തത് റാണിയാണ്. ഞാനാ ശിവജി. എന്റെ ഹരിയന്തിയെ? പറയാം, പക്ഷേ ഫോണിലൂടെ പറ്റത്തില്ല.
റാണി കൈനറ്റിക് ഹോണ്ട എടുത്തുകൊണ്ട് ആറ്റുതീരത്തേക്ക് വരണം. എപ്പോൾ? കൃത്യം 1 മണിക്കൂർ ആകുമ്പോൾ. ശരി. 1 മണിക്കൂർ ആയപ്പോൾ ഇല്ലിക്കാടുകളുള്ള ഭാഗത്തേക്ക് റാണി വരുന്നത് ശിവജി ഒരു മരച്ചുവട്ടിൽ നിന്ന് കണ്ടു. അവൻ അങ്ങോട്ട് വന്നിട്ട് 5 മിനിറ്റ് പോലും ആയിരുന്നില്ല. കൈനറ്റിക് ഹോണ്ട സ്റ്റാൻഡിൽ വെച്ചിട്ട് അതിലിരുന്നു കൊണ്ട് തന്നെ അവൾ ചുറ്റും നോക്കി. ഇറുകിയ നീല ജീൻസും വെളുത്ത ടീഷർട്ടുമായിരുന്നു വേഷം. ശിവജി അവൾക്കടുത്തെത്തി. അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് താഴെ ഇറങ്ങി. എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ? അവൻ അവളെ അടിമുടി കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു. ശരീരവടിവുകൾ അപ്പാടെ പ്രതിഫലിക്കുന്നു. നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന യൗവനത്തിന്റെ തിളക്കം. റാണി ഇന്ന് വളരെ മനോഹരിയായിരിക്കുന്നു. അവൻ ചിരിച്ചു. താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. അവളൊന്ന് ഇളകി നിന്നു. ശിവജി പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്തു നീട്ടി. അവളത് വാങ്ങി തുറന്നു. ഹരി എഴുതിയിരിക്കുന്നു. ഇനി ഇങ്ങനെ ഒരു മുറിയിൽ തന്നെ കഴിയാൻ വയ്യ എനിക്ക്. പുറത്തിറങ്ങി ശുദ്ധവായു ശ്വസിക്കണം. പക്ഷേ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. നിന്റെ അച്ഛനും ആങ്ങളെയും അതിന് സമ്മതിക്കത്തില്ലല്ലോ. ശിവജി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പ്രാണൻ തിരിച്ചു കിട്ടി. ഇനിയും അവനെ ബുദ്ധിമുട്ടിച്ച് അവനെ കൂടി അപകടത്തിലാക്കിയാൽ അത് നന്ദികേടാ. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. ഈ നാട്ടിൽ നിന്ന് തന്നെ പോകുക. ശിവജി കച്ചിക്ക് പോകുന്ന ലോറിയിൽ തമിഴ്നാട്ടിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ വീട്ടിലെ സുഖസമൃദ്ധികൾ ഉപേക്ഷിച്ച് എന്റെ ഒപ്പം വരാൻ ഒരുക്കമാണെങ്കിൽ ഈ ഒളിച്ചോട്ടത്തിന് നിനക്കും കൂടാം എന്റെ ഒപ്പം. ഞാൻ പക്ഷേ പ്രേരിപ്പിക്കത്തില്ല. അത്രയും വായിച്ചിട്ട് അവൾ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. പിന്നെ ബാക്കി കൂടി വായിച്ചു. ഒരു തീരുമാനം നീ ശിവജിയോട് പറഞ്ഞു വിടണം. എന്റെ ഒപ്പം പോരുന്നോ ഇല്ലയോ? ഒരു ത്യാഗം ചെയ്യുകയാണെന്ന് എന്റെ പെണ്ണിന് തോന്നാൻ ഇടവരരുത്. ഏതായാലും ഈ രാത്രി ഞാൻ കേരളം വിട്ടിരിക്കും. ഹരി. കത്ത് വായിച്ചിട്ട് അവൾ ശിവജിക്ക് നേരെ തിരിഞ്ഞു. എന്നോട് സത്യം മാത്രമേ പറയാവൂ. എന്താ റാണിക്കുഞ്ഞെ? അവൻ നമ്പരെന്നോ? പേര് വിളിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, എന്താ റാണി? അവളൊരു ഇല്ലിച്ചില്ലയൊടിച്ചു. വെറുതെ കടിച്ചു. കൂർത്ത നോട്ടം ശിവജിയുടെ മുഖത്തുറപ്പിച്ചു. ആ സംഭവത്തിന് ശേഷം ഹരിക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ? എന്താ റാണി അങ്ങനെ ചോദിക്കുന്നത്? ഹരിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ എന്റെ അഭിപ്രായത്തിൽ റാണിയോടുള്ള സ്നേഹം കൊണ്ടാ. പിന്നെ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്? ഇവിടെ നിന്ന് പോകുവാണെന്ന് പറഞ്ഞതോ? അല്ല പിന്നെ. അവൾ കടലാസ് നീട്ടി. വായിച്ചു നോക്ക്. വേണ്ട, പറഞ്ഞാ മതി. അവൾ ചുരുക്കി പറഞ്ഞു. അതോ? ഇനിയുള്ള ജീവിതം ഇവിടത്തെ പോലെ സുഖകരമല്ലെന്ന് റാണി ഓർക്കാൻ വേണ്ടിയാവും. മാത്രമല്ല റാണിയെ ഒരു രാജ്ഞിയാക്കി ജീവിപ്പിക്കാനാണ് ഹരിക്ക് മോഹം. പക്ഷേ പണം വേണ്ടേ? അതെന്റെ പക്കലില്ലേ? ഭാര്യയുടെ കാശുകൊണ്ട് ജീവിക്കുന്നത് മോശമാണെന്ന് ഹരിക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ നേരിൽ കാണട്ടെ. ഒക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിൽക്കട്ടെ. ഇന്ന് രാത്രി ഹരിയുടെ കൂടെ റാണിയും വരുന്നുണ്ടല്ലോ. ഉണ്ട്. പിന്നെ ചിന്തിക്കാനില്ലായിരുന്നു അവൾക്ക്. പിടിക്കപ്പെട്ടു പോയാൽ സത്യനേശൻ മുതലാളി ആദ്യം വെട്ടുന്നത് എന്റെ തലയായിരിക്കും. അറിയാമല്ലോ. അവൾ തലയാട്ടി. എങ്കിൽ രാത്രി 12:30 റാണി റോഡിലെത്തണം. ഞാൻ എവിടെയുണ്ടാകും? ശരി. അവൾ കൈനറ്റിക് ഹോണ്ടയിൽ മറയുന്നതുവരെ അവൻ നോക്കി നിന്നു. ഇനി സ്വതന്ത്രയായി റാണിയെ പുറത്തെത്തിക്കണം. അതിന് ഒരടവ് പയറ്റിയേ പറ്റൂ. ശിവജി തലയാട്ടിക്കൊണ്ട് കണക്ക് കൂട്ടി തുടങ്ങി. രാത്രി. സന്ധ്യ കഴിഞ്ഞപ്പോൾ മുതലേ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു റാണി. ഒരു ഷോൾഡർ ബാഗിൽ അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും ഒരായുഷ്കാലം ജീവിക്കാനുള്ള പണമായും സ്വർണമായും അവൾ എടുത്തു കഴിഞ്ഞിരുന്നു. തന്റെ അച്ഛൻ ഹരിയോട് ചെയ്ത പാപത്തിന് എന്തൊക്കെ കൊടുത്താലും പരിഹാരമാകില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ഇടയ്ക്കിടെ അവൾ ക്ലോക്കിലേക്ക് നോക്കി. സമയം 10:30. നേരം കടന്നു പോകുന്നില്ലല്ലോ ഈശ്വര. ലൈറ്റ് അണച്ചിട്ട് അവൾ കിടക്കയിൽ ഇരുന്നു. കുറെ കഴിഞ്ഞ് സെൽഫോൺ എടുത്തു. സമയം നോക്കി. 11:30. ഇനിയുമുണ്ട് 1 മണിക്കൂർ. അച്ഛനും വിശ്വേട്ടനും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. സമയം കടന്നുപോയി. 12:30. അവൾ ഇറങ്ങി. സത്യനേശനും വിശ്വനും വരാതിരുന്നതിനാൽ മുൻവാതിൽ തുറന്നു തന്നെയാണ് ഇറങ്ങിയത്. കൂട്ടിൽ കിടന്ന ടോണി ഒന്ന് മുരണ്ടു. അവൾ ഗേറ്റ് തുറന്നു. പെട്ടെന്ന് ഒരു വാഹനത്തിന്റെ വെളിച്ചം. ഗേറ്റിനുള്ളിലേക്ക് തിരിച്ചു കയറാനുള്ള നേരം കിട്ടിയില്ല. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവളുടെ കണ്ണഞ്ചിപ്പോയി. അവളുടെ തൊട്ടരികിൽ കാർ ബ്രേക്കിട്ടു. കണ്ണിന് മുകളിൽ കൈവച്ചുകൊണ്ട് അവൾ കാറിലേക്ക് നോക്കി. ടൊയോട്ടോയുടെ പിന്നിൽ നിന്ന് സത്യനേശൻ റോഡിലേക്കിറങ്ങി വെളിച്ചത്തിലേക്ക് വന്നു. അർദ്ധരാത്രി കഴിഞ്ഞ ഈ നേരത്ത് ഗേറ്റിന് മുന്നിൽ നിന്നിരുന്ന സ്ത്രീരൂപം സ്വന്തം മകളാണെന്ന് ഒരിക്കൽ പോലും അയാൾ ചിന്തിച്ചിരുന്നില്ല. ആദ്യത്തെ അമ്പരപ്പ് മാറിയപ്പോൾ അയാൾ മകളെ അടിമുടി നോക്കി. അവളുടെ തോളിൽ ബാഗ് കൂടി കണ്ടതോടെ അയാൾക്ക് ഒന്നുറപ്പായി. എവിടേക്കോ നാട് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു റാണിയെന്ന്. കഴിവേണ്ട മോളെ, കെട്ടിയൊരുങ്ങി ആർക്ക് ഇരിക്കപ്പിണ്ടം വെക്കാനായിരുന്നടി നിന്റെ പുറപ്പാട്? ഒപ്പം മുന്നോട്ട് ചെന്ന് അയാൾ കൈവീശി അവളുടെ കരണത്തൊന്ന് പൂശി. റാണിയുടെ കണ്ണിൽ നിന്ന് പൊന്നീച്ചകൾ പറന്നു. സത്യനേശൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. പറയടി വേഗം, ആരുടെ കൂടെയായിരുന്നു നിന്റെ എഴുന്നള്ളത്തിനുള്ള പുറപ്പാട്? എങ്ങോട്ട് പോകാനായിരുന്നടി ഉദ്ദേശം? എനിക്കിഷ്ടമുള്ളിടത്തേക്ക്. അടിയേറ്റ കവളിൽ കൈയമർത്തിക്കൊണ്ട് അവൾ ചീറി. എന്റെ കൂടെ കൊണ്ടുപോകാനുള്ള ആളിനെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ? ഇനി ഞാൻ ആരുടെ കൂടെ പോകാൻ?
പെട്ടെന്ന് തോന്നിയ ബുദ്ധിക്കാണ് അവൾ അങ്ങനെ സംസാരിച്ചത്. എന്റെ അച്ഛനെന്ന് പറയുന്ന നിങ്ങൾ ഇനി എന്റെ ശവം പോലും കാണരുത്. നിങ്ങളുടെ കണ്ണെത്താത്ത ദൂരത്തിൽ പോയി എനിക്ക് ജീവനെടുക്കണം. വളരെ ദിവസമായിട്ട് ഞാനെടുത്ത തീരുമാനമാ ഇത്. ഹരി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ എല്ലാം തകരാറിലാക്കും സത്യനേശൻ എന്നവൾക്ക് അറിയാമായിരുന്നു. കേറിപ്പോടി അകത്ത്. മുടിയിൽ പിടിച്ച് ഗേറ്റിനുള്ളിലേക്ക് വലിക്കുന്നതിനിടയിൽ അയാൾ ആക്രോശിച്ചു. ഇല്ല, ഈ നശിച്ച വീട്ടിലേക്കിനി ഞാനില്ല. അവൾ കുതറി. തലമുടി അപ്പാടെ പറഞ്ഞു പോകും എന്ന് പോലും തോന്നി. മിണ്ടരുത്. റോഡിൽ കിടന്ന് ബഹളം വച്ച് അയൽക്കാരെ ഉണർത്തിയാൽ കൊല്ലും ഞാൻ. സത്യനേശൻ കടപ്പല്ലുകൾ കടിച്ചമർത്തി. കൊല്ല്, അതുതന്നെ നല്ലത്. എന്റെ അമ്മയെ നിങ്ങൾ തൊഴിച്ചു കൊല്ലുന്നത് 7ാമത്തെ വയസ്സിൽ കണ്ടു നിന്നവളാ ഞാൻ. സ്വന്തം ചോരയെ പോലും വിശ്വസിക്കരുതെന്ന് അന്നേ മനസ്സിലാക്കിയതാ ഞാൻ. ശിരസിൽ പെട്ടെന്നൊരു താടനം ഏറ്റതുപോലെ ഒരു സെക്കൻഡ് മരവിച്ചുപോയി സത്യനേശൻ. പുറം ലോകം ഇന്നുവരെ അറിയാത്ത ആ സത്യമാണിവൾ വിളിച്ചു പറയുന്നത്. വിശ്വന് പോലും അറിയില്ല അവന്റെ അമ്മ മരിച്ചത് താൻ മൂലമാണെന്ന്. അറ്റാക്കായിരുന്നെന്നാണ് എല്ലാവരും കരുതിയത്. താൻ ഒഴികെ മറ്റാരും സത്യം അറിഞ്ഞിട്ടില്ലെന്നും കഴിഞ്ഞ നിമിഷം വരെ വിശ്വസിച്ചിരുന്നു. അതാണ് ഇവൾ വിളിച്ചു പറഞ്ഞത്. 7ാം വയസ്സു മുതൽ ആ സത്യം മറ്റാരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടന്ന ഇവളെ സൂക്ഷിക്കണം. തിടുക്കത്തിൽ സത്യനേശൻ അവളെ അകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. മുറിക്കുള്ളിലേക്ക് തള്ളി വാതിൽ പുറത്തുനിന്ന് ഓടാമ്പലിട്ടു. അപ്പോഴേക്കും അയാളുടെ ശരീരം വിയർത്ത് വസ്ത്രം കുതിർന്നു കഴിഞ്ഞിരുന്നു. ഡ്രൈവർ കാർ പോർച്ചിൽ കയറ്റിയിട്ട് കഴിഞ്ഞിരുന്നു. സത്യനേശൻ സിറ്റൗട്ടിലേക്ക് ചെന്നു. ഡ്രൈവർ താക്കോൽ ഏൽപ്പിച്ചു. നോക്ക്, ഇന്ന് രാത്രി ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നീ ഒന്നും കേട്ടിട്ടുമില്ല, മനസ്സിലായോ? വാക്കുകൾക്കിടയിൽ മറഞ്ഞിരുന്ന ഭീഷണി മനസ്സിലാക്കി ഡ്രൈവർ ഭീതിയോടെ തലയാട്ടി. പൊയ്ക്കോ. അയാൾ ഗേറ്റ് കടന്നപ്പോൾ സത്യനേശൻ വാതിലടച്ചു. എന്നാൽ റോഡിലെ ഇരുളിൽ എല്ലാം കണ്ടും കേട്ടും നിൽക്കുകയായിരുന്നു ശിവജി. ഇനിയിപ്പോൾ റാണിയെ അവിടെ നിന്ന് പുറത്തിറക്കണമെങ്കിൽ അല്പം വളഞ്ഞ വഴി നോക്കിയേ പറ്റൂ. നാളെ രാത്രി വരെ കാത്തിരിക്കാം എന്ന് കരുതിയാൽ ഇനി ഒരിക്കലും അത് നടന്നില്ലെന്നിരിക്കും. ശിവജി പതുക്കെ അവിടെ നിന്ന് മാറി. നദിയിൽ കളഞ്ഞെന്ന് സത്യനേശനോട് പറഞ്ഞ ഹരിയുടെ ബൈക്ക് ഒരിടത്ത് ഇരിപ്പുണ്ടായിരുന്നു. അതിന് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നെന്ന് മാത്രം. അവൻ അതിൽ കയറി. പത്തനാപുരം കവലയിലൂടെ പോകുന്നത് ബുദ്ധിയല്ല. രാത്രിയായാലും പരിചയക്കാർ ഉണ്ടാവും. 15 മിനിറ്റ് കൊണ്ട് ചിതൽവെട്ടി എസ്റ്റേറ്റിന് താഴെ കുമരൻകുടിയിലെത്തി. സത്യനേശന്റെ വാറ്റ് കേന്ദ്രത്തിന് കുറച്ചടുത്ത് നിർത്തി. ഓണക്കാലമായതിനാൽ അവിടെ വാറ്റിന്റെ പൊടി പൂരമാണ്. പകൽ നേരത്ത് ശിവജി അവിടെ വരികയും ചെയ്തിരുന്നു. ഒരു മുറി നിറയെ ചാരായം നിറച്ച 35 ലിറ്ററിന്റെ കന്നാസുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ മാത്രമേ അതവിടെ നിന്ന് നീക്കം ചെയ്യൂ. കുറ്റിക്കാടുകൾക്കും പാറകൾക്കും ഇടയിലൂടെ അവൻ വാറ്റ് കേന്ദ്രത്തിന് പിന്നിലെത്തി. അകത്തുനിന്ന് സംസാരം കേൾക്കാം. ശകുന്തളയെ പിച്ചിച്ചീന്തിയ ഈ കെട്ടിടം എന്നേ തകർക്കണമെന്ന് കരുതിയിരുന്നതാണ്. എല്ലാം കൊണ്ടും പറ്റിയ ദിവസം ഇന്നാണ്. ഓണക്കാലത്ത് താൻ ഒഴുക്കുന്ന സ്പിരിറ്റിൽ പത്തനാപുരംകാർ മുങ്ങിക്കുളിക്കട്ടെ. സത്യനേശന്റെ ഒരു തുള്ളി ചാരായം പോലും ആർക്കും കിട്ടരുത്. 2ാമത്തെ ലക്ഷ്യം റാണിയെ അവിടെ നിന്ന് മാറ്റുക. 3ാമത് ഇത് തകർന്നു കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു വാറ്റ് കേന്ദ്രം അത്ര വേഗത്തിൽ സത്യനേശൻ തുടങ്ങില്ല. അയാൾക്ക് പുതിയ താവളത്തിലേക്ക് മാറേണ്ടി വരും. സ്വയം അഭിമാനിക്കുന്ന മട്ടിൽ ശിവജി ഉള്ളിൽ ചിരിച്ചു. പിന്നെ ശബ്ദമുണ്ടാക്കാതെ കെട്ടിടത്തിന് പിന്നിൽ പറ്റി നിന്നു. അവിടെ ജനലുള്ള ഭാഗത്ത് മുറ്റം അല്പം പോലും ഇല്ലായിരുന്നു. കാലെന്ന് വഴുതിയാൽ താഴേക്ക് നിരങ്ങിപ്പോകും. അരയിൽ നിന്ന് പിച്ചാത്തിയെടുത്ത് അവൻ ജനൽപാളിയിൽ കടത്തി പതുക്കെ തുറന്നു. അകത്തേക്ക് കൈകടത്തി നോക്കി. ജനലിനോട് ചേർന്നുവരെ ഇരിക്കുകയാണ് കന്നാസുകൾ. ഒരു കന്നാസിന്റെ ചുവട്ടിലേക്ക് അവൻ കത്തിമുന കയറ്റി. പിന്നെ ഒരു വശത്തേക്ക് മാറിക്കൊണ്ട് കത്തി വലിച്ചൂരി. ജനൽ അഴികൾക്കിടയിലൂടെ പാതി തുറന്ന ഒരു പൈപ്പിൽ നിന്നെന്ന വണ്ണം ചാരായം പുറത്തേക്ക് ചീറ്റിത്തെറിച്ച് പാറയിലേക്ക് വീഴുന്നത് നാട്ടുവെളിച്ചത്തിൽ കണ്ടു. തിടുക്കം കൂട്ടാതെ ശിവജി താഴേക്കിറങ്ങി തുടങ്ങി. പാറയിലൂടെ താഴേക്ക് ഒലിച്ചു വരുന്നുണ്ടായിരുന്നു ചാരായം. അതിന്റെ ഗന്ധം അവിടെയൊക്കെ നിറഞ്ഞു. ഏതാണ്ട് 4-5 മീറ്റർ താഴെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ശിവജി പാറയിൽ തപ്പി നോക്കി. കയ്യിൽ നനവ് അനുഭവപ്പെട്ടു. അവൻ തീപ്പെട്ടി ഉരച്ച് പാറയിലേക്കിട്ടു. ഒരു നീലജ്വാല മിന്നലിനേക്കാൾ വേഗത്തിൽ താഴേക്കും മുകളിലേക്കും പാഞ്ഞു. താഴേക്കുള്ളത് പെട്ടെന്നണഞ്ഞു. മുകളിലേക്ക് പോയത് കത്തിച്ചുവിട്ട വാണം കണക്കെ ജനലിലൂടെ അകത്തേക്ക് കയറുന്നത് കണ്ടു. ശിവജി ബൈക്ക് ഇരിക്കുന്ന ഭാഗത്തേക്ക് ഓടി. അതിൽ കയറും മുൻപ് പിന്നിൽ പൊട്ടിത്തെറികൾ കേട്ടു. അവൻ നോക്കുമ്പോൾ അമിട്ട് പൊട്ടി ചിതറുന്നതുപോലെ ആ കെട്ടിടത്തിൽ നിന്ന് നീലജ്വാലകൾ ചിതറുന്നു. അധ്യായം 22. തിരിച്ചു പായുന്നതിനിടയിൽ ഒരിക്കൽ കൂടി ശിവജി തിരിഞ്ഞു നോക്കി. ആ കെട്ടിടം ഒരു വലിയ തീഗോളമായിരിക്കുന്നു. ഒരു നീല തീഗോളം. വിഷം മുറ്റിയതുപോലെ ഒരു നീല നിറം അവന്റെ കണ്ണുകളിലും വന്ന് മൂടി. തന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ ഇനി ചെല്ലുമ്പോൾ സത്യനേശൻ മുതലാളി വീട്ടിലുണ്ടായിരിക്കില്ല. അയാൾ വിവരം അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, വാറ്റ് കേന്ദ്രത്തിൽ ജീവനോടെ ആരും ബാക്കി കാണില്ല.
അങ്ങനെ വന്നാൽ മുതലാളിയെ വിവരം അറിയിക്കേണ്ടത് എങ്ങനെയെന്ന് തനിക്കറിയാം. ശിവജി സത്യമൊക്കിലെത്തിയതും വലതു ഭാഗത്തു നിന്ന് അലറിപ്പാഞ്ഞ ഒരു കാർ വരുന്നത് കണ്ടു. ശിവജി ബൈക്ക് നേരെ തന്നെ വിട്ടു. കാർ വന്ന് റോഡിൽ ഇടത്തേക്ക് വെട്ടിത്തിരിഞ്ഞ് താൻ വന്ന വഴിയെ പോയപ്പോൾ ശിവജി തിരികെ വന്ന് കാർ വന്ന റോഡിലേക്ക് പോയി. സത്യനേശന്റെ പോർച്ചിൽ കാർ ഇല്ലായിരുന്നു. ശിവജി പിന്നിലെ മതിൽ ചാടിക്കടന്ന് നായ കാണാതെ റാണിയുടെ മുറിയുടെ ജനാലിക്കലെത്തി. അതിൽ മൃദുവായി മുട്ടി. ഇനി എന്തു ചെയ്യും എന്നറിയാതെ കരഞ്ഞു തളർന്നിരിക്കുകയായിരുന്നു റാണി. അവൾ ചാടി എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഞാനാ ശിവജിയാ, അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഞാൻ ഇതിനുള്ളിൽ തടവിലാ ശിവജി. അച്ഛൻ എന്നെ. അവളുടെ ഒച്ച പോലും അടഞ്ഞു കഴിഞ്ഞിരുന്നു. ഒക്കെ ഞാൻ കണ്ടു. മുതലാളി ഇപ്പോഴിവിടില്ല, വിശ്വനം. ഈ നേരം നോക്കി രക്ഷപ്പെടണം. അതെങ്ങനെ? ഞാനെങ്ങനെ പുറത്തിറങ്ങും? വഴി ഞാൻ പറഞ്ഞു തരാം. അവൻ അടക്കത്തിൽ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഭവാനി, ഭവാനി. മുറിയിലെ ലൈറ്റ് തെളിച്ചിട്ട് വാതിലിൽ ഇടിച്ചുകൊണ്ട് അവൾ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ വാതിൽക്കൽ നിന്ന് വേലക്കാരിയുടെ ശബ്ദം കേട്ടു. എന്താ കുഞ്ഞേ? വേഗം വാതിൽ തുറക്ക്, കിടക്കയിൽ പാമ്പ്. അയ്യോ! ഭവാനിയുടെ ശബ്ദം അവൾ കേട്ടു. വേഗം തുറക്ക്, അല്ലെങ്കിൽ ഇതെന്നെ കൊല്ലും. പുറത്ത് ഒരു മാത്രം മൗനം. അടുത്ത നിമിഷം ഓടാമ്പൽ നീങ്ങി. റാണി വാതിൽ വലിച്ചു തുറന്നു. എന്തിയെ കുഞ്ഞേ, പാമ്പ്? വടിയുമായി ഭവാനി അകത്തേക്ക് തലനീട്ടിയതും റാണി രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് ആ മുഖം ലാക്കാക്കി ഒറ്റയിടി. അയ്യോ! ഭവാനി മലർന്നു വീണു. ഒട്ടും സമയം പാഴാക്കാതെ ഷോൾഡർ ബാഗും വലിച്ചെടുത്ത് റാണി പുറത്തേക്കോടി. വാതിൽ തുറന്ന് മുറ്റത്തെത്തിയപ്പോൾ ഭവാനി നിലവിളിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. റാണി ഗേറ്റിന് പുറത്തെത്തിയപ്പോഴേക്കും ശിവജി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. കേറിക്കോ. അവൾ പിന്നിൽ കയറി. ഒരസ്ത്രം പോലെ ബൈക്ക് ഇരുളിന്റെ മാറ് പിളർന്ന് പാഞ്ഞു. ആ നേരത്ത് വയനാട്ടിൽ ഇരിപ്പൂട് കോളനിക്കപ്പുറത്ത് ഇന്ദ്രനെ കത്തിമുനയിൽ നിർത്തി മുന്നോട്ട് നീങ്ങുകയായിരുന്നു കങ്കാണി കാളിപ്പനും വൈരനും മറ്റും അടങ്ങുന്ന സംഘം. വെട്ടിത്തെളിച്ച കാപ്പിത്തോട്ടത്തിന്റെ ഏതാണ്ട് മധ്യഭാഗം വരെ അവർ എത്തിക്കഴിഞ്ഞിരുന്നു. ഇന്ദ്രൻ ഒന്ന് തിരിയാൻ ഭാവിച്ചു. വേണ്ടടാ ചക്ക. കാളിയപ്പൻ മുരണ്ടു. ഞങ്ങൾ പറയുന്നത് കേട്ടാൽ കുറച്ചുനേരം കൂടിയെങ്കിലും നിനക്ക് ജീവിച്ചിരിക്കാം. ഇന്ദ്രൻ പല്ലുകൾ കടിച്ചമർത്തി. പെട്ടെന്നാണ് ഇറക്കമിറങ്ങി കയറ്റം കയറി തുടങ്ങിയ ഒരു വാഹനത്തിന്റെ വെളിച്ചം കണ്ടത്. കുഴഞ്ഞല്ലോ വൈര, ജീപ്പ് റോഡിന്റെ നടുക്ക് കിടക്കുക, കാളിയപ്പൻ പറഞ്ഞു. വൈരൻ മറുപടി പറയും മുൻപ് മറ്റൊരു ജീപ്പ് ഓട്ടോയ്ക്ക് പിന്നിൽ വന്ന് ബ്രേക്കിട്ടു. ഏത് കഴിവേറി മോന ഈ തെമ്മാടിത്തരം കാണിച്ചേക്കുന്നത്? പിറുപിറുത്തുകൊണ്ട് ഇടതു സീറ്റിൽ നിന്ന് പുൽപ്പള്ളി എസ് ഐ ഇന്ദുചൂടൻ വെളിച്ചത്തിലേക്ക് ഇറങ്ങി. പിന്നാലെ പോലീസുകാരും. അവർ ഓട്ടോയിലും ജീപ്പിലും ചെന്നു നോക്കി. സാറേ, ജീപ്പ് വൈരന്റേതാ, ഒരു പോലീസുകാരൻ എസ് ഐയുടെ അടുത്ത് വന്ന് അറിയിച്ചു. ഇന്ദുചൂടന്റെ നെറ്റിയിലെ ഞരമ്പുകൾ ഒന്ന് മുറുകി. കിടപ്പ് കണ്ടിട്ട് ഓട്ടോയിൽ വന്നവരെ അവൻ പിടിച്ചിറക്കിയിട്ടുണ്ട്. പരിസരം പരിശോധിക്ക്, ക്വിക്ക്. ഇന്ദുചൂടൻ പെട്ടെന്നുണർന്നു. അത് വേണോ സാർ? ഹെഡ് കോൺസ്റ്റബിൾ രവിശങ്കർ തലചൊറിഞ്ഞു. ഇന്ദുചൂടൻ അയാളെ രൂക്ഷമായി നോക്കി. രവിശങ്കറുടെ തല താണു. പോലീസുകാർ ടോർച്ചെടുത്തു ചുറ്റും തെളിച്ചു നോക്കി. കാപ്പിത്തോട്ടത്തിൽ നിൽക്കുന്നവരുടെ മേൽ വെളിച്ചം പതിഞ്ഞു. ആരടാ അത്? ഇനി നിൽക്കുന്നത് പന്തികളാണെന്ന് കാളിയപ്പനും വൈരനും തോന്നി. നൂലിടയ്ക്ക് നീ രക്ഷപ്പെട്ടടാ നായേ. വൈരൻ ഇന്ദ്രനെ പിന്നോട്ട് തള്ളി. പക്ഷെ പിന്നിലുണ്ട് ഞങ്ങൾ. ഇന്നത്തേക്കുള്ളത് നാളെയാകുമെന്ന് മാത്രം. അവനെ ഉപേക്ഷിച്ച് ആ സംഘം ഇരുളിൽ മറഞ്ഞു. ഇന്ദ്രൻ പതുക്കെ റോഡിലെത്തി. ഇന്ദുചൂടൻ അവനെ സൂക്ഷിച്ചു നോക്കി. ആരാടാ നീ? ഞാൻ ഇന്ദ്രൻ. എന്തായിരുന്നു അവിടെ പരിപാടി? ആ വൈരനും കൂട്ടരും എന്നെ കൊല്ലാൻ കൊണ്ടുപോയതാ. സാറ് തക്ക സമയത്ത് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അവരെന്തിയെ? ഓടിപ്പോയി. എസ് ഐ അവനെ അടിമുടിയൊന്ന് നോക്കി. നിന്നെ എവിടെയോ വച്ച് കണ്ടിട്ടുണ്ടല്ലോടാ. എന്താ നിന്റെ പണി? ഇന്നു മുതൽ ഞാൻ ഓട്ടോ ഓടിക്കുക. പിന്നെ സാറിനെ കാണാൻ ഒരിക്കൽ ഞാൻ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. എന്റെ അച്ഛനെ വൈരൻ പാമ്പിനെ കൊണ്ട് കൊല്ലിച്ചപ്പോൾ. അത് കേട്ട് ഇന്ദുചൂടൻ ഒന്ന് വിളറി. ഇന്ദ്രൻ തുടർന്നു. അന്ന് സാറ് കേസൊന്നും എടുത്തില്ല. അതുകൊണ്ട് ഈ സംഭവത്തിനും പരാതി തന്നിട്ട് കാര്യമില്ലെന്നറിയാം. എന്തു പറഞ്ഞടാ നീ? എസ് ഐ കൈ ഓങ്ങി. വരട്ടാത്ത സാറേ. ഇനി ഇന്ദ്രൻ വരളത്തില്ല. അവനൊട്ടും പതറിയില്ല. എസ് ഐ അവന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു തരം കല്ലിച്ച ഭാവം. അന്ന് തന്റെ മുന്നിൽ വന്നു നിന്ന ചെറുപ്പക്കാരനല്ല ഇപ്പോൾ ഇവനെന്ന് ഉറപ്പായി. ഒത്തിരി മാറിയിരിക്കുന്നു. നീ എന്താണ് സാറിനെ പേടിപ്പിക്കുകയാണോ? രവിശങ്കർ മുന്നോട്ട് വന്നു. വൈരനെ കുത്തിക്കൊല്ലാൻ നീയും ശ്രമിച്ചില്ലേ? ഒക്കെ മനസ്സിലായതുപോലെ ഇന്ദ്രൻ തലയാട്ടി. അപ്പോൾ സാറ് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു അല്ലേ? പക്ഷെ വൈരനും പരാതി തന്നിട്ടില്ലല്ലോ. രവി, എസ് ഐ പറഞ്ഞു. താൻ ജീപ്പിൽ പോയിരിക്കെ. ഇന്ദ്രനെ തുറച്ചൊന്ന് നോക്കിയിട്ട് അയാൾ പിൻവാങ്ങി. നോക്ക്. ഇന്ദ്രന്റെ മുന്നിലേക്ക് അല്പം കൂടി അടുത്തിട്ട് എസ് ഐ ശബ്ദം താഴ്ത്തി പറഞ്ഞു. നിന്നെ ഇപ്പോൾ ഞാൻ വിട്ടയക്കുന്നത് പേടിച്ചിട്ടല്ല. അന്ന് നീ എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ നിസ്സഹായനായി പോയത് കൊണ്ട് മാത്രമാ. പക്ഷേ അതും പറഞ്ഞോണ്ട് ഇനി എന്റെ അടുത്ത് നിന്നാൽ ഇടിച്ചു നിന്റെ നെഞ്ചു കലക്കം ഞാൻ. ശരി സാറേ, അവൻ തലയാട്ടി. പക്ഷേ വൈരന്റെ ജീപ്പ് മാറ്റാതെ എനിക്കും നിങ്ങൾക്കും പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്കാണെങ്കിൽ വൈരന്റെ ജീപ്പിൽ തൊട്ടാൽ കൈ പൊള്ളും. അതുകൊണ്ട് ജീപ്പ് ഞാൻ എടുക്കുക.
ഒന്നും മനസ്സിലാകാത്ത എസ് ഐ നെറ്റി ചുളിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് ഇന്ദ്രൻ ജീപ്പിൽ കയറി. അത് സ്റ്റാർട്ട് ചെയ്തു. മുന്നോട്ടെടുത്തിട്ട് റിവേഴ്സിൽ വന്ന് പൊടുന്നനെ വലത്തേക്ക് വെട്ടിത്തിരിച്ചു. വെട്ടിമാറ്റിയ കാപ്പിത്തോട്ടത്തിലൂടെ വെളിച്ചം അകലേക്ക് പാഞ്ഞുപോയി. തോട്ടത്തിനപ്പുറം ചരിഞ്ഞ പ്രദേശമാണ്. അക്കരെ മലമടക്കുകളിൽ ഒരു നിമിഷം ആ വെളിച്ചം തൊട്ടൊഴിഞ്ഞു. അവൻ ജീപ്പ് തോട്ടത്തിലേക്ക് ഓടിച്ചു കയറ്റി. ചരിഞ്ഞ പ്രദേശം തുടങ്ങിയതും പെട്ടെന്ന് ഗിയർ ന്യൂട്രലാക്കിയിട്ട് പുറത്തേക്ക് ചാടി. ജീപ്പ് തനിയെ താഴേക്കോടി. വെളിച്ചം അകന്നു പോകുന്നത് ഇന്ദ്രൻ കണ്ടു. ക്രൂരമായ ഒരു പുഞ്ചിരിയോടെ അവൻ തിരിഞ്ഞു നടന്നു. ജീപ്പ് എവിടെയോ ചെന്നിടിക്കുന്ന ശബ്ദം കേട്ടു. അവൻ റോഡിലെത്തി. രവിശങ്കർ തെറി വിളിച്ചു. കഴിവേറി മോനെ, പോലീസിന്റെ മുന്നിൽ വെച്ചാണ് നിന്റെ തെമ്മാടിത്തരം അല്ലേ? തൂക്കിയെടുത്ത് നിന്നെ അകത്തിടും ഞങ്ങള്. എന്തിനാ സാറേ? വൈരൻ പരാതി തന്നെങ്കിലല്ലേ? അതുണ്ടാകത്തില്ല. അങ്ങനെ ചെയ്താൽ അവന് തന്നെയല്ലേ നാണക്കേട്. അപ്പൊ പിന്നെ സാറ് കോപിക്കുന്നത് എന്തിനാ? ചോദിച്ചിട്ട് അവൻ ഇന്ദുചൂടന്റെ മുന്നിലെത്തി. അളമൊട്ടിയ ചേരയാ സാറേ ഞാൻ. ഇനി തീർത്ത് കടിച്ചില്ലേല് ഈ വയനാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ. ഒന്നും മിണ്ടാനാവാതെ വിസ്മയത്തോടെ നിന്നതേയുള്ളൂ ഇന്ദുചൂടൻ. ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരനാണ് ഇന്ദ്രൻ എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഉള്ളിൽ എന്തോ ഓർത്തു. പുഞ്ചിരിച്ചിട്ട് അയാൾ ചെന്ന് ജീപ്പിൽ കയറി. ഇന്ദ്രൻ ഓട്ടോയിലും. ആ രാത്രി അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാളിയപ്പൻ. എന്തിനാണ് അയാൾ വൈരനെയും കൂട്ടി തന്നെ കൊല്ലാൻ വന്നത്? കൊളവള്ളിയിലെ ആരും സംസാരത്തിനിടയിൽ പോലും ആ പേര് പറഞ്ഞു കേട്ടിട്ടില്ല. പിറ്റേന്ന് മറ്റൊരു വാർത്തയാണ് എല്ലായിടത്തും പരന്നത്. രാത്രി മദ്യപിച്ച് ലക്കില്ലാതെ വന്ന വൈരന്റെ ജീപ്പ് തോട്ടത്തിലേക്ക് പാഞ്ഞു കയറിയെന്നും അപകടം മനസ്സിലാക്കിയ വൈരൻ ജീപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടെന്നും മറ്റുമാണ്. അല്ലേലും അവനാരാ പുള്ളി? രാവിലെ ഓട്ടോ എടുക്കാൻ ചെന്ന ഇന്ദ്രൻ കുഞ്ഞുമോന്റെ സംസാരമാണ് കേൾക്കുന്നത്. കല്ലേ വെച്ച് അരച്ചാലും ചാകാത്ത ഇനമാ ഇരട്ട ചങ്ക അവനെ. അതല്ലേൽ ഇന്ദ്രന്റെ കുത്തുകൊണ്ട് അവൻ പിന്നിങ്ങനെ നെഞ്ചുവിരിച്ച് നടക്കുമോ? പറഞ്ഞിട്ട് കുഞ്ഞുമോൻ നോക്കിയത് ഇന്ദ്രന്റെ മുഖത്തേക്കാണ്. നേരിയ ഒരു ജാള്യം അയാളിലുണ്ടായി. ഇന്ദ്രൻ അറിഞ്ഞായിരുന്നോ കാര്യം? ആ, അവൻ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ മൂളി. പിന്നെ താക്കോൽ വാങ്ങി. സ്റ്റാൻഡിൽ ഓട്ടം കാത്തു കിടക്കുമ്പോൾ ജംബുവും കൂക്കറും അങ്ങോട്ട് വന്നു. ഇന്ന് പണിയൊന്നും ഇല്ലായിരുന്നോ? അവൻ ചിരിച്ചുകൊണ്ട് തിരക്കി. പോയില്ല, അവർ ഓട്ടോയിൽ കടന്നിരുന്നു. ഞങ്ങൾ വേറെ ചില ചർച്ചകളിലായിരുന്നു. ഗുണമുള്ള കാര്യമാണോ? ഈ നാട്ടിലെ ആൾക്കാർക്ക് ഒത്തിരി വേണ്ടപ്പെട്ട കാര്യമാ. കേൾക്കട്ടെ. ഇന്ദ്രന്റെ നേതൃത്വത്തിൽ കൊളവള്ളിക്ക് ഒരു സമാന്തര ഭരണമുണ്ടാക്കുന്നു. യോ, ചുമ്മാ പോലും തമാശ പറയല്ലേ. ഞാൻ അടങ്ങി കഴിയാൻ തീരുമാനിച്ചേക്കുക. അതല്ല ഇന്ദ്ര, അത്യാവശ്യമാണ്. ജംബുവിന്റെ മുഖം ഗൗരവം നിറഞ്ഞതായി. സമാന്തര ഭരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാവശ്യമുണ്ടായാൽ ആ വൈരനും അയാളെ തീറ്റിപ്പോരുന്നവരും പറയുന്നത് കേട്ട് അടിമകളെപ്പോലെ അനുസരിക്കാൻ നിൽക്കാതെ ഇന്ദ്രനുമായി ആലോചിച്ച് ചെയ്യേണ്ടത് മാത്രം ചെയ്യുക. ബാക്കി പറഞ്ഞത് കൂക്കറാണ്. ഇന്ദ്രൻ അറിയാമോ, ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് പോലും അവര് പറയുന്നവർക്കാ. അല്ലേൽ കൊന്നുകളയും. ഇനി അതൊന്നും വേണ്ട. എന്നിട്ടൊടുവിൽ എന്നെ അവരൊക്കെ ശത്രുവായി കാണും. എന്നെ കൊല്ലാൻ വരും. മറ്റുള്ളവരും ചുമ്മാ നോക്കി നിൽക്കും. അല്ലെങ്കിൽ തിരിഞ്ഞോടും. അതല്ലേ ഉണ്ടാകൂ. ഇന്ദ്രൻ അപ്പോഴും ചിരിച്ചു. അങ്ങനെ കരുതരുത്. ഞങ്ങളെ വീഴ്ത്തിയിട്ടല്ലാതെ ഇന്ദ്രനെ തൊടാൻ ആർക്കും കഴിയത്തില്ല. ഹൃദയത്തിൽ നിന്നാണ് ആ വാക്കുകൾ വരുന്നതെന്ന് ഇന്ദ്രന് തോന്നി. ഇത്തരം ഒരു സെറ്റപ്പ് തനിക്കും ഇവിടെ ആവശ്യമാണെന്ന് അവന് തോന്നി. വരട്ടെ, നമുക്ക് ചിന്തിക്കാം. ഇന്ന് വൈകിട്ട് എന്റെ വീട്ടിൽ വെച്ച് ചെറുപ്പക്കാരുടെ ഒരു കമ്മിറ്റിയുണ്ട്. ചാക്കൻ പറഞ്ഞു. ഇന്ദ്രനെ ക്ഷണിക്കാൻ കൂടിയാ ഞങ്ങൾ വന്നത്. ആരെയും പേടിക്കാതെ ഞങ്ങൾക്കും ജീവിക്കണം ഇന്ദ്ര. ഇന്ദ്രൻ വെയിലത്തേക്ക് നോക്കിയിരുന്നു. ശരി, ഞാൻ വരാം. ആദ്യം എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. മതി, അത് മതി. അവർ ഓട്ടോയിൽ നിന്നിറങ്ങി. ജംബു, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ആരാ ഈ കാളിയപ്പൻ? ജംബുവും കൂക്കറും ഒന്നിച്ച് വിളറി. എന്താ പ്രശ്നം? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇന്നലെ ഓട്ടോയിൽ പോയവർ അങ്ങനെ ഒരു പേര് പറയുന്നത് കേട്ടു. പേര് കേട്ടപ്പോൾ ഒരു രസം തോന്നി, അതാ ചോദിച്ചത്. അവർ പിന്നെയും ഓട്ടോയിൽ കടന്നിരുന്നു. അയാൾ വെറും കാളിയപ്പനല്ല, കങ്കാണി കാളിയപ്പൻ. ഇത്താപ്പ് മുതലാളിയുടെയും മകൻ സോണിയുടെയും ഗുണ്ടാത്തലവൻ. തുടർന്ന് കാര്യങ്ങളെല്ലാം അവർ വിശദീകരിച്ചു. ഇത്താപ്പു എന്ന പേര് കേട്ടപ്പോൾ തന്നെ ഇന്ദ്രൻ ജാഗരൂകനായി കഴിഞ്ഞിരുന്നു. പാഞ്ചാലിയുടെ ജീവിതത്തിലെ വില്ലൻ. പക്ഷെ കാളിയപ്പൻ തന്നെ തേടി വന്നതെന്തിനാ? അതും കൊല്ലാൻ. അതറിയണം. ഇങ്ങോട്ട് വരാത്ത ശത്രുവിനെ അങ്ങോട്ട് ചെന്ന് കാണണം. അതാണ് തന്റെ പ്രമാണം. തന്നെ കൊല്ലാൻ കൊണ്ടുപോയിട്ടും താൻ പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടാൽ ശത്രുവിന് വീര്യം കൂടത്തേയുള്ളൂ. അത് പാടില്ല. ഇത്താപ്പുവിന്റെ എസ്റ്റേറ്റിനെ കുറിച്ചും മറ്റും വിശദമായി ഇന്ദ്രൻ അവരിൽ നിന്നറിഞ്ഞു. അവിടെയാണ് ലക്ഷ്മിക്ക് പണി. അതോർത്തപ്പോൾ ഇന്ദ്രന് പന്തികേട് മണത്തു. ജംബുവും കൂക്കറും പോയി കഴിഞ്ഞപ്പോൾ അവൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. കാളിയപ്പനെ കാണണം. ഓട്ടോ മുള്ളംകൊല്ലിക്ക് പാഞ്ഞു. എസ്റ്റേറ്റ് വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ അരുണയും വേറെ ചില ജോലിക്കാരും നടന്നു പോകുന്നത് കണ്ടു. അവൻ ഓട്ടോ നിർത്തി. കേറിക്കോടി, ഞാനും അങ്ങോട്ടാ. അരുണയിൽ ഒരു വിറയൽ. ഇന്ദ്രേട്ടൻ ഇവിടെ? എനിക്ക് ഒരാളെ കാണണം, നിങ്ങളുടെ കങ്കാണി കാളിയപ്പനെ. അത് കേട്ടതേ തീയിൽ ചവിട്ടിയതുപോലെ അരുണ കിടുങ്ങി. ഇന്ദ്രൻ അത് ശ്രദ്ധിച്ചു. എന്തിനാ അയാളെ? ചുമ്മാ, നീ കേറ്. വേണ്ടേട്ടാ, ഞങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, നടന്നോളാം. അത് നിന്റെ ഇഷ്ടം. ആ, ഈ കാളിയപ്പൻ ഇവിടെ കാണും. കോട്ടേഴ്സിൽ കാണും, കങ്കാണി, മറ്റൊരു സ്ത്രീ പറഞ്ഞു. അവളിൽ നിന്ന് തന്നെ ഇന്ദ്രൻ കോട്ടേഴ്സിന്റെ സ്ഥാനവും മനസ്സിലാക്കി. എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഓട്ടോ കുറച്ച് മുന്നോട്ടെടുത്തിട്ട് അവൻ റിയൽ വ്യൂ മിററിലൂടെ
നോക്കി. ശില പോലെ അരുണ റോഡിൽ നിൽക്കുന്നത് കണ്ടു. ഈ ഒരു വരവ് കൊണ്ട് വേറെയും ചില ഗുണങ്ങളുണ്ടെന്ന് ഇന്ദ്രൻ ഓർത്തു. പാഞ്ചാലിയോടൊപ്പം ഇത്താപ്പുവിന്റെ അന്ത്യവിധി നടപ്പാക്കാൻ ഇവിടെ വരാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് താൻ. ആക്രമിക്കുന്നതിന് മുൻപ് ശത്രുവിന്റെ കേന്ദ്രവും ആളുകളെയും ചുറ്റുപാടുകളെക്കുറിച്ചുള്ള വിവരവും അറിഞ്ഞിരിക്കുന്നത് നല്ലതു തന്നെ. എസ്റ്റേറ്റ് റോഡ് അല്പം ഇടുങ്ങിയൊരു ഭാഗമായി. ഇരുവശത്തും 2 അടി ഉയരത്തിൽ കാട്ടുകല്ലുകൾ കൊണ്ട് കയ്യാല തീർത്തിരിക്കുന്നു. അതിനപ്പുറം കവുങ്ങിൻ തോട്ടമാണ്. എതിരെ ഒരു സ്കോർപിയോ വരുന്നത് കണ്ടു. ചുവന്ന സ്കോർപിയോ. ഇന്ദ്രൻ അല്പം കൂടി വേഗം കൂട്ടി. മുന്നിൽ റോഡിന് വീതി കൂടുതലുണ്ട്. പക്ഷേ അങ്ങത്തും മുൻപ് സ്കോർപിയോ വന്ന് ബ്രേക്കലറി നിന്നു. ഒരടി കൂടി നീങ്ങിയിരുന്നെങ്കിൽ ഓട്ടോയും സ്കോർപിയോയും കൂട്ടിയിടിച്ചേനെ. തക്ക സമയത്ത് ഇന്ദ്രനും ബ്രേക്കിട്ടിരുന്നു. വണ്ടി ഇപ്പൊ കട്ടപ്പുറത്തായനല്ലോ ആശാനെ, എന്നാ വരവായിരുന്നു ഇത്? ഇന്ദ്രൻ തല പുറത്തേക്ക് നീട്ടി. സ്കോർപിയോയ്ക്ക് ഉള്ളിലിരുന്ന ആളെ കാണാൻ കഴിഞ്ഞില്ല. പകരം അതിന്റെ ഹോൺ മുഴങ്ങി തുടങ്ങി. നിർത്താതെയുള്ള ഹോൺ. ഹോ, കാത് പൊട്ടുന്ന ആശാനെ, ഒരു 10 അടി പുറകോട്ട് നീക്കിയാൽ സ്ഥലമുണ്ട്. ഞാൻ പുറകോട്ട് പോകണമെങ്കിൽ ഒത്തിരി ദൂരമുണ്ട്. അവൻ ആംഗ്യം കാണിച്ചു. അപ്പോഴും അക്ഷമയോടെ എന്ന പോലെയുള്ള ഹോണടി മാത്രം. ഇന്ദ്രന് ദേഷ്യം വന്നു. പക്ഷേ പുറത്തിറങ്ങി ഡ്രൈവർ സീറ്റിനടുത്ത് ചെന്ന് ഭവ്യതയോടെ പറഞ്ഞു, ഇത്തിരി പുറകോട്ട് നീക്കിയാൽ ഉപകാരം. അപ്പോഴും മറുപടി നീണ്ട ഹോൺ. തോട്ടത്തിലെ പണിക്കാരൊക്കെ തിരിഞ്ഞു നോക്കി. ഇനി താൻ പറഞ്ഞത് അകത്തിരിക്കുന്ന ആളിന് മനസ്സിലായില്ലേ എന്ന് വിചാരിച്ച് അവൻ ഗ്ലാസിൽ പതുക്കെ തട്ടി. അടുത്ത നിമിഷം സ്കോർപിയോയുടെ ഗിയർ തെന്നി നീങ്ങി. ഒരു മോളലോടെ അത് മുന്നോട്ട് കുതിച്ചു. ഓട്ടോ ഇടിയേറ്റ് ഒരു വശത്തേക്ക് ചരിഞ്ഞ് കയ്യാലയിലേക്ക് വീണു. അതിനെ കടന്ന് സ്കോർപിയോ പാഞ്ഞുപോയി, ഇടിമിന്നൽ പോലെ. അധ്യായം 23. എടാ, ഇന്ദ്രൻ ഗർജിച്ചു. പക്ഷേ അതിനു മുൻപ് ആ ചുവന്ന സ്കോർപിയോ കണ്ണുകളിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞിരുന്നു. തോട്ടത്തിൽ നിന്നിരുന്നവർ അമ്പരപ്പോടെ ഈ കാഴ്ച കണ്ടതല്ലാതെ ആരും അടുത്തേക്ക് വന്നില്ല. കഴിവേർഡ മോൻ. പല്ലുറുമിക്കൊണ്ട് ഇന്ദ്രൻ ഓട്ടോയുടെ അടുത്തെത്തി. പിന്നിൽ ഇടതുഭാഗത്തെയും മുൻ ചക്രത്തിന്റെയും സഹായത്തോടെ ചെറിയ കയ്യാലയിലേക്ക് ചരിഞ്ഞു കിടക്കുകയായിരുന്നു അത്. വലതുഭാഗത്തെ തകിട് ചുളുങ്ങി കീറിയിരിക്കുന്നു. മുകളിലെ പടുതയുടെ സ്ഥാനം മാറിപ്പോയി. സ്കോർപിയോയുടെ ചുവന്ന പെയിന്റ് ഓട്ടോയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അവൻ കണ്ടു. മറുവശം ചെന്ന് അവൻ ഓട്ടോ തള്ളി നേരെയിട്ടു. മുകൾ ഭാഗത്തെ പൈപ്പുകൾ വളഞ്ഞിരുന്നു. എന്നാലും എന്ത് അതിക്രമമാണ് കാണിച്ചത്? ഇത്രയ്ക്ക് അഹങ്കാരമോ? ഏതായാലും അവനെ പിടികൂടണമെന്ന് ആ നിമിഷം തന്നെ ഇന്ദ്രൻ തീരുമാനിച്ചു. അരുണയും മറ്റു തൊഴിലാളി സ്ത്രീകളും അപ്പോഴേക്കും അങ്ങെത്തി കഴിഞ്ഞു. എന്താ ഏട്ടാ നടന്നത്? അമ്പരപ്പിൽ അവൾ തിരക്കി. അവൻ കാര്യം ചുരുക്കി പറഞ്ഞു. പിന്നെ ചോദിച്ചു, ചുവന്ന സ്കോർപിയോ ആരുടേതാണത്? അത് ഇത്താപ്പ് മുതലാളിയുടെ മോടയാ. ഇത്തവണ അമ്പരന്നത് ഇന്ദ്രനാണ്. ഒരു പെണ്ണിന് ഇത്രയ്ക്ക് അഹങ്കാരമോ? അരുണയുടെ കൂടെയുണ്ടായിരുന്ന സ്ത്രീ മറുപടി നൽകി. അവളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പം ഇതൊന്നും ഒന്നുമല്ല. ഇന്ദ്രൻ തലയൊന്നാട്ടി. ശരി, നല്ല പ്രായത്തിൽ പെമ്പിള്ളേരെ ചൊല്ലും ചോറും കൊടുത്ത് വളർത്താത്തതിന്റെ സൂക്കേടായത്. സാരമില്ല. കളി ഇന്ദ്രനോടായതുകൊണ്ട് മനസ്സിലാക്കേണ്ടവരെ ഞാൻ മനസ്സിലാക്കിച്ചോളാം. അവൻ വീണ്ടും ഓട്ടോയിൽ കയറി. 1-2 തവണ കിക്ക് ചെയ്തപ്പോൾ തന്നെ അത് സ്റ്റാർട്ടായി. മേൽമൂടി ഒരു വശത്തേക്ക് ചെരിഞ്ഞു തന്നെ ഇരുന്നു. അപ്പോൾ കങ്കാണി കാളിയപ്പന്റെ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു വൈരനും. അപ്പം ഇനി ആ ജീപ്പ് അവിടുന്ന് പൊക്കിയെടുക്കേണ്ടെന്നാണോ നീ പറയുന്നത്? നെറ്റി ചുളിച്ചുകൊണ്ട് തല ചെരിച്ച് കാളിയപ്പൻ വൈരനെ ഒന്ന് നോക്കി. ആ. വൈരൻ ഒരു കഞ്ചാവ് ബീഡിക്ക് തീ പിടിപ്പിച്ചുകൊണ്ട് തലയാട്ടി. അതവിടെ തന്നെ കിടക്കട്ടെ. അതിനുള്ളിലിട്ട് എനിക്ക് ആ പട്ടിയുടെ മോൻ ഇന്ദ്രനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനാ. രോഷം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു വൈരൻ. ആ പോലീസുകാർക്ക് വരാൻ കണ്ട നേരം. അല്ലേലിപ്പം കുത്തിക്കീറിയ ശവം പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരുന്നേനെ. തോട്ടത്തിലേക്ക് ഇറങ്ങാനായി കാളിയപ്പൻ ഒരു ഷർട്ടെടുത്തിട്ടു. മുറ്റത്ത് ഓട്ടോ വന്നു നിൽക്കുന്ന ശബ്ദം. ഇനിയിപ്പം കൊച്ചുമുതലാളി എന്തു പറയുമെന്ന എന്റെ പേടി. പറയുന്നതിനിടയിൽ കാളിയപ്പൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അയാളുടെ നെറ്റി ചുളിഞ്ഞു. തിടുക്കത്തിൽ കാളിയപ്പൻ വെട്ടിത്തിരിഞ്ഞു. വൈര, അതവനാടാ. ആര്? വൈരൻ എഴുന്നേറ്റു. അവൻ ഇന്ദ്രൻ. വൈരൻ പെട്ടെന്ന് 2 പുകയെടുത്തു. നായിന്റെ മോനെ ഇന്ന് ഞാൻ കൊല്ലും. വേണ്ട, നിന്നെ ഇപ്പം അവൻ കാണണ്ട. എന്നെ തിരക്കിയായിരിക്കും അവൻ വന്നേക്കുന്നേ. കാര്യം എന്താണെന്നറിയാമല്ലോ. വൈരനെ അവിടെ തന്നെ ബലമായി പിടിച്ചിരുത്തിയിട്ട് കാളിയപ്പൻ ക്വാർട്ടേഴ്സിന്റെ വരാന്തയിലേക്ക് ഇറങ്ങി. ഇന്ദ്രൻ സ്റ്റെപ്പിനരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഈ കങ്കാണി കാളിയപ്പൻ? ഞാനാ. പറയുമ്പോൾ തന്നെ കാളിയപ്പൻ നെറ്റി ചൊളിച്ചു. ഇവന് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? എങ്കിൽ കളമാറ്റി ചവിട്ടാം, കാളിയപ്പൻ തീരുമാനിച്ചു. ഇന്നലെ രാത്രിയിൽ കണ്ടതുകൊണ്ട് ഒരു സംശയം തീർത്തേക്കാമെന്ന് കരുതിയതാ. ഇന്ദ്രൻ വരാന്തയിലേക്ക് കയറി. നിനക്ക് എന്തു വേണം? കാളിയപ്പന്റെ കണ്ണുകൾ കുറുകി. ഒരാള് വിരുന്ന് വരുമ്പം ഇങ്ങനാണോ കാളിയപ്പ പെരുമാറുന്നത്? ഒന്നിരിക്കാനെങ്കിലും പറഞ്ഞുകൂടെ? അവൻ ചിരിച്ചു. കാളിയപ്പനിൽ നേരിയ പതർച്ചയുണ്ടായി. ഇവന്റെ മുഖഭാവത്തിൽ നിന്ന് ഉള്ളിലിരിപ്പ് എന്താണെന്ന് വ്യക്തമാകുന്നതേയില്ലല്ലോ. ഇന്ദ്രൻ അയാളെ തീർത്തും അവഗണിച്ച് അവിടെ കിടന്നിരുന്ന കസേരയിൽ ഇരുന്നു. നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോടാ കൊച്ചനെ, എനിക്ക് വേറെ പണിയുണ്ട്. കാളിയപ്പന് അക്ഷമ. എനിക്കും പണിയുണ്ട് കങ്കാണി. ഓട്ടോ ഓടിക്കുന്ന പണിയേ. ഇന്നലെ എന്റെ വണ്ടിയിൽ കയറിയിട്ട് താൻ കാശ് തന്നില്ല. അത് മേടിക്കാൻ വന്നതാ ഞാൻ. നീ മേടിക്കും. കാളിയപ്പൻ തലയാട്ടി. പൊടുന്നനെ. ഇന്ദ്രൻ ചാടി എഴുന്നേറ്റു.
കാളിയപ്പന്റെ കാതും കവളും ചേർത്ത് പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ ഒറ്റയടി. കരുതിയിരുന്നില്ല ഇങ്ങനെ ഒരാക്രമണം. കാളിയപ്പൻ കിടുങ്ങി. ഇന്ദ്രൻ ഇടംകൈ അയാളുടെ കഴുത്തിന് പിന്നിലൂടെ കടത്തി തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. പിന്നെ വലതു കൈയുടെ ചൂണ്ടുവിരൽ തൊണ്ടക്കുഴിയിൽ അമർത്തി. പന്നിയുടെ മോനെ കാളിയപ്പ, ഇതാ ഇന്ദ്രന്റെ സ്റ്റൈൽ. നിന്നെപ്പോലെ ഇരുട്ടിന്റെ മറവൊന്നും വേണ്ടടാ എനിക്ക്. ഈ വിരല് തൊണ്ടക്കുഴിയിലേക്കൊന്ന് അമർത്തി പിടിച്ചാൽ ഈ നിൽപ്പിന് നീ ഒന്നും രണ്ടും നടത്തും. കാണണോ? വെള്ളയ്ക്കാ പോലെ നിന്റെ കണ്ണ് പുറത്തെയാടും. കാണിക്കട്ടെ കളി. അവൻ വിരൽ അല്പം ഒന്നമർത്തി. കാളിയപ്പന് അടിമുടി ഒരു മിന്നലേറ്റതുപോലെ തോന്നി. ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. കണ്ണ് പുറത്തേക്ക് ചാടാൻ വെമ്പുന്നു. വേണ്ട, അയാൾ ഞരങ്ങി. ഇന്ദ്രൻ വിരൽ പിൻവലിച്ചു. എങ്കിൽ പറഞ്ഞോ, ഞാനും നീയും കാണുന്നത് തന്നെ ഇന്നലെ രാത്രിയില. ഏത് നായിന്റെ മോൻ പറഞ്ഞിട്ടാ നീ ഡയലോഗും കാച്ചിക്കൊണ്ട് എന്നെ കൊല്ലാൻ വന്നത്? കാളിയപ്പൻ പരിങ്ങി. ഇവനെ സൂക്ഷിക്കണം. സോണി മുതലാളിയുടെ പേര് യാതൊരു കാരണവശാലും പുറത്തു വന്നുകൂടാ. അങ്ങനെ വന്നാൽ ഇവന്റെ പെങ്ങടെ കാര്യം പറയേണ്ടി വരും. അത് പാടില്ല. പറയടാ പന്നി, വേഗം. എനിക്കാണെങ്കിൽ ക്ഷമ വളരെ കുറവാ. ഇന്ദ്രൻ വീണ്ടും വിരൽ അടുപ്പിച്ചു. ഞാൻ പറയാം. വൈരൻ എന്നെ കൂട്ടിന് വിളിച്ചതാ. അകത്ത് കാത്തിരുന്ന വൈരൻ അത് കേട്ട് നെറ്റിച്ചുളിച്ചു. വൈരൻ വിളിച്ചാൽ നീ കൂടെ പോകുമോ? പോകും. എങ്കിൽ ഇന്നത്തോടെ അത് നിർത്തിയേക്കണം. ഇന്ദ്രൻ അയാളെ മുറ്റത്തേക്ക് തള്ളിയിട്ട് ചാടിയിറങ്ങി. ഇനി ഇതുപോലെ ഏതേലും തന്തയില്ലാത്തരം കാണിക്കാൻ വന്നാൽ രണ്ടാമതൊന്ന് ക്ഷമിക്കുന്ന ശീലം എനിക്കില്ല. ഇവിടെ വെച്ച് ഒരടിപിടി ഉണ്ടായാൽ ഇത്താപ്പ മുതലാളി അതറിയും. സോണി മുതലാളിയും താനും കൂടി ലക്ഷ്മിക്കായിട്ട് വലവിരിച്ചെന്നറിഞ്ഞാൽ തനിക്ക് പിന്നിവിടെ ജോലി കാണില്ല. അതുകൊണ്ട് തൽക്കാലം ക്ഷമിക്കുകയെ നിവർത്തിയുള്ളായിരുന്നു കാളിയപ്പന്. പറഞ്ഞത് മറക്കണ്ട. ഇനി ഇവിടേക്ക് വരേണ്ടി വന്നാൽ എന്റെ കയ്യിൽ ഒന്നാം തരം ഒരു പന്നിപ്പടക്കം കാണും. അത് നിന്റെ അണ്ണാക്കിലേക്ക് തള്ളിവെച്ച് ഞാനങ്ങ് പൊട്ടിക്കും. വെട്ടിത്തിരിഞ്ഞ് ഇന്ദ്രൻ ഓട്ടോയിൽ കയറി. മുറ്റത്ത് വട്ടം തിരിച്ച് അവൻ റോഡിലേക്ക് വിട്ടു. ഇനി ഇത്താപ്പോ മുതലാളിയെ കാണണം. മകള് കാണിച്ച തോന്നിയസത്തിന് അയാള് പറയണം മറുപടി. പക്ഷേ ബംഗ്ലാവിൽ അയാൾ ഉണ്ടായിരുന്നില്ല. രാവിലെ എവിടേക്കോ പോയതാണെന്ന് ഒരു വേലക്കാരൻ അറിയിച്ചു. അമർത്തിയൊന്ന് മൂളിയിട്ട് അവൻ തിരിച്ചുപോയി. അപ്പോൾ പത്തനാപുരത്ത് ബാങ്കർ സത്യനേശന്റെ വീട്ടിലും ചിലത് നടക്കുകയായിരുന്നു. രാത്രി കുമരൻകുടിയിലെ വാറ്റ് കേന്ദ്രത്തിന് തീപിടിച്ച വാർത്തയറിഞ്ഞ് അവിടെ എത്തിയ സത്യനേശൻ കണ്ടത് തന്റെ ആളുകളിൽ 2 പേരുടെ കത്തിയെരിഞ്ഞ ശവശരീരമായിരുന്നു. മാത്രമല്ല, ചിതൽവെട്ടി എസ്റ്റേറ്റിലെ നല്ലൊരു ഭാഗം തൊഴിലാളികളും അവിടെ തടിച്ചുകൂടി കഴിഞ്ഞിരുന്നു. രംഗം പന്തിയല്ലെന്ന് കണ്ട സത്യനേശൻ അപ്പോൾ തന്നെ മടങ്ങി. പോലീസുമായി ബന്ധപ്പെട്ടു. വാറ്റ് കേന്ദ്രം തന്റേതല്ലെന്ന് വരുത്തി തീർക്കാനായി നല്ലൊരു തുക പോലീസിന് വാഗ്ദാനവും ചെയ്തു. വിശ്വൻ സ്ഥലത്തില്ലായിരുന്നു താനും. സെൽഫോണിൽ വിളിച്ച് അവനോടും വിവരം പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഒന്നൊതുക്കി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നേരം പുലരാറായിരുന്നു. നിലവിളിച്ചുകൊണ്ടാണ് വേലക്കാരി ഭവാനി റാണി രക്ഷപ്പെട്ട കാര്യം പറഞ്ഞത്. കിടുങ്ങിപ്പോയി സത്യനേശൻ. അപ്പോൾ തന്നെ അയാൾ പത്തനാപുരം SI മാർത്താണ്ഡനെ വിളിച്ച് വിവരം പറഞ്ഞു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ എത്തിയ മാർത്താണ്ഡൻ ഭവാനിയെ ചോദ്യം ചെയ്തു. ഒരു ബൈക്കിലാണ് റാണി പോയതെന്ന് ഭവാനി ആവർത്തിച്ചു കൊണ്ടിരുന്നു. രാവിലെ തന്നെ വിശ്വനും മടങ്ങിയെത്തി. എങ്ങനെയൊക്കെ കൂട്ടിക്കിഴിച്ചു നോക്കിയിട്ടും റാണി ആരുടെ കൂടെയാണ് പോയിരിക്കുന്നതെന്ന സംശയം പോലും ഉണ്ടായില്ല. വിവരം അറിഞ്ഞിട്ടെന്ന വണ്ണം ശിവജിയും അവിടേക്ക് ചെന്നു. ശിവജി കൈകൾ പിന്നിൽ കെട്ടി മുറിയിലൂടെ നടക്കുന്നതിനിടയിൽ സത്യനേശൻ വിളിച്ചു. എന്താ മുതലാളി? ഒരു കാര്യം എനിക്കുറപ്പാ. റാണിയെ എവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാൻ തന്നെയാവണം വാറ്റ് കേന്ദ്രത്തിന് തീയിട്ടത്. അതിനർത്ഥം ഒന്നേയുള്ളൂ, അല്ലെങ്കിൽ ശത്രു ചാരനാണ്. അവനെ ഇന്ന് സന്ധ്യയ്ക്ക് മുൻപ് എനിക്ക് കിട്ടണം. നടുങ്ങിപ്പോയി ശിവജി. വിളർച്ച മറയ്ക്കാൻ അവൻ ഒരുപാട് ബുദ്ധിമുട്ടി. നമ്മുടെ കൂട്ടത്തിലെന്ന് പറഞ്ഞാൽ വിഡ്ഢിയെപ്പോലെ അവൻ വിശ്വന് നേരെ തിരിഞ്ഞു. കൊച്ചു മുതലാളിക്ക് ആരെങ്കിലും സംശയം? ഉണ്ട്. വിശ്വന്റെ മുഖം വലിഞ്ഞു മുറുകി. ഇവിടെ നമ്മളറിയാതെ സ്പിരിറ്റ് കച്ചവടം നടത്തുന്നവരിൽ ആരെയെങ്കിലും പിടിച്ചാൽ അതിനുള്ള ഉത്തരം കിട്ടും. തലയിൽ ചുറ്റികയ്ക്ക് ഒരു പ്രഹരമേറ്റതുപോലെ തോന്നി ശിവജിക്ക്. താൻ പിടിക്കപ്പെടാൻ പോകുകയാണോ? വാ, വിശ്വൻ വിളിച്ചു. ഒരുത്തനെയെങ്കിലും ഇന്ന് നമ്മൾ പൊക്കിയിരിക്കും. വിശ്വന്റെ കൂടെ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല ശിവജിക്ക്. ജീപ്പിൽ കുറെ ഗുണ്ടകളുമായി അവരിരുവരും പത്തനാപുരത്തിന് പാഞ്ഞു. ഇന്ദ്രന്റെ ഓട്ടോ പുൽപ്പള്ളിയിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ട് സീതാമൗണ്ടിൽ കുഞ്ഞുമോന്റെ അടുത്തെത്തി വിവരം പറഞ്ഞു. ഇത്താപ്പ മുതലാളിയുടെ മകളാണ് കാരണക്കാരി എന്നറിഞ്ഞതോടെ കുഞ്ഞുമോൻ നനഞ്ഞ പഞ്ഞി പോലെയായി. ഏതായാലും വന്നത് വന്നു ഇന്ദ്ര. ഇനി അതിന് ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കണ്ട. ഓട്ടോ പണിയിക്കാനുള്ള പണം ഞാൻ മുടക്കാം. അത് ശരിയാകത്തില്ല കുഞ്ഞുമോനെ. കുഞ്ഞുമോൻ ഇക്കാര്യത്തിൽ ഇടപെടുകയേ വേണ്ട. എന്ത് വേണമെന്ന് എനിക്കറിയാം. മറുപടിക്ക് കാക്കാതെ ഇന്ദ്രൻ വീട്ടിലേക്ക് പോയി. സുഗുണനെ അവിടെ എങ്ങും കണ്ടില്ല. മുറ്റത്തിരുന്ന് കപ്പയുടെ തൊലി കളയുകയായിരുന്ന കാർത്തിയാനി അവനെ കണ്ടതേ വെറുപ്പിൽ നോട്ടം മാറ്റി. നേർത്ത ചിരിയോടെ അവൻ തിണ്ണയിൽ കയറിയിരുന്നു. ഭദ്രേ, എന്തോ? അവൾ ഓടിയെത്തി. കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാടി. അവൾ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അത് കുടിച്ചിട്ട് പാത്രം തിരിച്ചു കൊടുക്കുന്നതിനിടയിൽ അവൻ തിരക്കി. അമ്മ എന്തിയടി? കിടക്കുന്നു. രാവിലെ മുതലൊരു പനിക്കോള്. അവൻ മുറിയിലേക്ക് ചെന്നു. പഴയ പായ് തറയിൽ വിരിച്ചു കിടക്കുകയായിരുന്നു സുശീല. അരികിൽ ലക്ഷ്മിയുമുണ്ട്.
നമുക്ക് ആശുപത്രിയിലൊന്ന് പോയാലോ അമ്മേ? വേണ്ടടാ, അവർ എഴുന്നേറ്റിരുന്നു. ഇതങ്ങ് മാറിക്കോളും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടരുത്. എന്താ അങ്ങനെ ഒരു മുഖവുര? അവനോ അമ്മയ്ക്കരികിൽ ഇരുന്നു. സുശീല സ്നേഹത്തോടെ അവന്റെ മുടിയിൽ തലോടി. എന്റെ മോൻ ഒത്തിരി മാറിയിരിക്കുന്നു. അതത്ര വലിയ കാര്യമൊന്നുമല്ല അമ്മേ. സാഹചര്യത്തിനനുസരിച്ച് ഓരോരുത്തരും മാറും. അമ്മേ മാറിയിട്ടില്ലേ? സുശീല ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഞാൻ പറയാൻ വന്നത് പറഞ്ഞില്ല. നമുക്ക് ഒരു വാടക വീട് കിട്ടത്തില്ലേടാ അങ്ങോട്ട് മാറാൻ? എത്ര കാലമാ ഇവരെയൊക്കെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ? ഇന്ദ്രൻ ചുണ്ടുകൾ ചേർത്തൊന്നമർത്തിക്കൊണ്ട് അമ്മയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇന്നിവിടെ എന്തെങ്കിലും സംസാരമുണ്ടായോ? ഇല്ല, എങ്കിലും വലിഞ്ഞു കയറി വന്നവരല്ലേ നമ്മള്. അവൻ ഒന്നമർത്തി മൂളി. ഞാനൊന്ന് നോക്കട്ടെ. എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോൾ അവൻ ലക്ഷ്മിയുടെ നേരെ തിരിഞ്ഞു. നീ എന്താടി വിളറിയിരിക്കുന്നത്? അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. എങ്കിലും ലക്ഷ്മി ചിരിച്ചു. ഏട്ടന് തോന്നുന്നതാ. ആ, അവൻ പതുക്കെ പുറത്തേക്കിറങ്ങി. ഉച്ച കഴിഞ്ഞ് ഇത്താപ്പ് മുതലാളിയുടെ ബംഗ്ലാവിൽ ഒന്നുകൂടി പോകണം. സീതാ മൗണ്ടിൽ എത്തിയ അവൻ വെളുക്കന്റെ ബൂത്തിലേക്ക് കയറി. ഇന്നലെ ശിവജിയെ വിളിക്കണമെന്ന് കരുതിയതാണ്, നടന്നില്ല. വെളുക്കൻ ചിരിച്ചുകൊണ്ട് അവന്റെ മുന്നിലേക്ക് ഫോൺ നീക്കിവെച്ചു. ഇന്ദ്രൻ തെങ്ങുകാവിലുള്ള സനേഷിന്റെ ബൂത്തിലേക്ക് വിളിച്ചു. സനേഷിനെ തന്നെ കിട്ടി. എന്താ ഇന്ദ്ര ഇത്രയും നാൾ വിളിക്കാഞ്ഞത്? ശിവജി പലവട്ടം തിരക്കിയിരുന്നു. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സനേഷേ. ബാങ്കർ സത്യനേശൻ എന്നെ തിരയുന്നുണ്ടോ ഇപ്പോഴും? ഇപ്പോഴങ്ങനെയൊന്നുമില്ല. വേറെ പലതും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്തൊക്കെ? കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു സനേഷ്. ഇന്ദ്രൻ മൂളിക്കേട്ടുകൊണ്ടിരുന്നു. ശിവജിയെ എനിക്ക് എപ്പോൾ കിട്ടും? ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട്. അവനിപ്പോൾ മൊബൈൽ ഫോണുണ്ട്. നമ്പർ ഞാൻ പറഞ്ഞു തരാം. ആട്ടെ, ഇന്ദ്രൻ എവിടാ ഇപ്പോഴ്? വയനാട്ടിലാ. നീ തൽക്കാലം ആരോടും പറയണ്ട. ഇന്ദ്രൻ മേശപ്പുറത്തിരുന്ന കടലാസ തുണ്ടും പേനയും എടുത്തു. നീ നമ്പർ പറഞ്ഞോ. സനേഷ് ശിവജിയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു. എങ്കിൽ ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി. ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ ശിവജിയുടെ നമ്പറിൽ വിളിച്ചു. അപ്പുറത്ത് ബെൽ മുഴങ്ങിയപ്പോൾ ഇന്ദ്രന്റെ നെഞ്ചിടിപ്പേറി. നന്ദികേടല്ലേ ഇതുവരെ അവനെ താൻ വിളിക്കാഞ്ഞത്? ശിവജി എന്ത് പറയും? ഹലോ, ശിവജിയുടെ ശബ്ദം. ഞാനാ ശിവജി, ഇന്ദ്രൻ. അപ്പുറത്ത് ഒരു മാത്ര നിശബ്ദത. നീ കേൾക്കുന്നില്ലേ ശിവജി? ഉണ്ട്. ഈ നമ്പറിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇപ്പോഴിത്തിരി തിരക്കില്ല. ശിവജി ഫോൺ കട്ട് ചെയ്തു. മുഖമടച്ച് ഒരടി കിട്ടിയതുപോലെ തോന്നി ഇന്ദ്രന്. റിസീവറും പിടിച്ചുകൊണ്ട് അല്പനേരം അങ്ങനെ തന്നെ ഇരുന്നു പോയി അവൻ. എന്താ അണ്ണ? വിളുക്കൻ തിരക്കി. ഒന്നുമില്ലെന്ന് അവൻ തലയാട്ടി കാണിച്ചു. അനന്തരം പണം കൊടുത്ത് ഇറങ്ങി. മനസ്സിൽ ആകെ ഒരു പ്രയാസം. എന്നാൽ ആ നേരത്ത് വിശ്വന്റെ ഒപ്പം ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ശിവജി. ആരാടാ ഫോൺ ചെയ്തത്? വിശ്വൻ ഒരു വളവ് തിരിക്കുന്നതിനിടയിൽ ചോദിച്ചു. തമിഴ്നാട്ടിന്നാ. എന്താ കച്ചിയെടുക്കാൻ ചെല്ലാഞ്ഞതെന്ന്? ഓണം കഴിഞ്ഞേ ചെല്ലുന്നുള്ളൂ എന്ന് പറ. പറയാം. ഇടറോഡിൽ നിന്ന് ജീപ്പ് വീണ്ടും കോന്നി പത്തനാപുരം റോഡിലെത്തി. ഇതിനിടെ പലയിടത്തും ജീപ്പ് നിർത്തുകയും ഗുണ്ടകളിൽ ചിലർ ഇറങ്ങിപ്പോയി ആരോടൊക്കെയോ വിവരങ്ങൾ തിരക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജീപ്പ് അടൂർ റോഡിലേക്ക് തിരിഞ്ഞു. പാലാഴി ബാർ പിന്നിട്ടു. വലതുവശത്ത് ഒരു വലിയ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ജീപ്പ് അതിനു മുന്നിൽ നിന്നു. ശിവജി ഒന്ന് ഞെട്ടി. വിശ്വൻ പുറത്തേക്ക് കാൽവെച്ചു. എന്താ ഇവിടെ? ശിവജിയുടെ ശബ്ദം വിറച്ചു. ഈ വർക്ക്ഷോപ്പുകാർക്ക് പറഞ്ഞു തരാൻ കഴിയും ഇവിടെ സ്പിരിറ്റ് ഒഴുക്കുന്നത് ആരാണെന്ന്. അവൻ പറഞ്ഞത് കേട്ട് ശിവജി ജീപ്പിന്റെ സീറ്റിൽ മുറുകെ പിടിച്ചു. താൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ലിറ്റർ സ്പിരിറ്റാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. സത്യനേശൻ മുതലാളി തന്റെ മരണവിധി നടത്തുമെന്ന് ശിവജിക്ക് ഉറപ്പായി. അധ്യായം 24. 2 ലോറികളും ഒരു ബസും വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ടായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ബസിന്റെ എഞ്ചിൻ താഴ്ത്തിക്കൊണ്ടിരുന്ന ഭാഗത്തേക്ക് വിശ്വൻ നടന്നു. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ശിവജി അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടു. വാ. വിശ്വൻ കയ്യാട്ടി വിളിച്ചു. തന്റെ ശ്വാസം നിലയ്ക്കുന്നത് ശിവജി അറിഞ്ഞു. പത്തനാപുരത്ത് സത്യനേശൻ മുതലാളിയുടെ മൂക്കിന് താഴെ സ്പിരിറ്റ് കച്ചവടം നടത്തുന്നത് താനാണെന്ന് അറിയാൻ പോകുകയാണ് വിശ്വൻ. പിന്നെ ഒന്നും ചെയ്യാനില്ല തനിക്ക്. വിധി നിശ്ചയിക്കുന്നത് സത്യനേശൻ മുതലാളിയായിരിക്കും. കല്ലിൽ വെച്ച് അരച്ചിട്ടായാലും മനസ്സിലുള്ളത് മുഴുവൻ അയാൾ ചോർത്തും. അമ്മിണിയമ്മയുടെയും ശാരിയുടെയും മുഖം ഒരു നിമിഷം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. ഗുണ്ടകളിൽ ഒരാൾ ശിവജിയെ തോണ്ടി. അങ്ങോട്ട് ചെല്ലാൻ കൊച്ചുമുതലാളി പറഞ്ഞത് കേട്ടില്ലേ? യാന്ത്രികമായി ശിവജി മുന്നോട്ട് നീങ്ങി. ബസിന്റെ എഞ്ചിൻ ഇറക്കുന്നതിനിടയിൽ മേസ്തിരി ഭവ്യതയോടെ വിശ്വനെ നോക്കി ചിരിച്ചു. കൊച്ചുമുതലാളി പതിവില്ലാതെന്താ ഇങ്ങോട്ടൊക്കെ? വല്ലപ്പോഴുമൊക്കെ ഒന്ന് വരാതിരുന്നത് തെറ്റായി പോയെന്നാ ഇപ്പോൾ തോന്നുന്നത് എനിക്ക്. മേസ്തിരി ഒന്നും പിടികിട്ടാത്തതുപോലെ നെറ്റി തെളിച്ചു. വിശ്വന് മുന്നിൽ വേവലാതിയോടെ നിൽക്കുന്ന ശിവജിയെ ശ്രദ്ധിക്കുകയും ചെയ്തു. അവര് പണി ചെയ്യട്ടെ, താനിങ്ങോട്ട് വന്നേ. വിശ്വൻ തിരിഞ്ഞു നടന്നു. മറ്റു പണിക്കാർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് മേസ്തിരി പിന്നാലെ എത്തി. ഒപ്പം ശിവജി ജീപ്പിനടുത്തെത്തി.
അതിന്റെ ബോണറ്റിൽ താളം പിടിച്ചുകൊണ്ട് മേസ്ത്രിക്കെതിരെ പുറം തിരിഞ്ഞു നിന്നുകൊണ്ടാണ് അവൻ സംസാരിച്ചത്. ജോർജ് എന്നല്ലേ തന്റെ പേര്? അതെ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ജോർജിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഭാര്യയ്ക്കും മക്കൾക്കും മറ്റാരെങ്കിലും സഹായത്തിനുണ്ടോ? ഇല്ലെന്നെനിക്കറിയാം. വിശ്വൻ തിരിഞ്ഞു നോക്കാതെ തന്നെ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. കൊച്ചുമുതലാളി പറയുന്നത് വിഷയത്തിലേക്ക് വരികയാ ഞാൻ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പത്തനാപുരത്ത് എവിടെ നിന്നോ ഒരുപാട് സ്പിരിറ്റ് ഒഴുകിയെത്തുന്നുണ്ട്. അത് പക്ഷേ ഇവിടെ നിന്ന് പല വഴി തിരിഞ്ഞു പോകുന്നത് വാഹനങ്ങളിലാണ്. ഇവിടുത്തെ ഏറ്റവും നല്ല വർക്ക്ഷോപ്പ് എന്ന നിലയ്ക്ക് അതിലൊരു വാഹനവും ഇവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് പോലീസുകാർ വിശ്വസിക്കും. പക്ഷേ ഈ വിശ്വൻ വിശ്വസിക്കത്തില്ല. ജോർജിന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ശിവജിയെ ഒന്ന് നോക്കിയിട്ട് അയാൾ മിടയിറക്കി. ഗുണ്ടകൾ ജോർജിന്റെ ഓരോ ഭാവവും ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. ജോർജ് മറുപടി പറഞ്ഞില്ല. അല്ല വിശ്വൻ മുതലാളി, ഇതൊക്കെ ഞാനെങ്ങനെ അറിയാനാ? വല്ലവരും കൊണ്ടുവരുന്ന വണ്ടിയിൽ പണി നടത്തിക്കൊടുക്കുക എന്നല്ലാതെ. അത് നേര്. വിശ്വൻ ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയിൽ വെച്ച് സിഗരറ്റ് തെറിപ്പിച്ചു കളഞ്ഞു. മറ്റു കാര്യം തിരക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ട കാര്യം ജോർജിനില്ല. തെല്ല് നിശബ്ദതയ്ക്ക് ശേഷം അയാൾ തുടർന്നു. പക്ഷേ ഒരു വണ്ടിയുടെ നമ്പർ ജോർജിനറിയാം. അതല്ലെങ്കിൽ അത് ഓടിക്കുന്ന ആളിനെ. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എനിക്ക്. ബാക്കിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. വിശ്വൻ അടുത്തു ചെന്ന് അയാളുടെ തോളിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അതും ഇപ്പം പറഞ്ഞു തരണമെന്നില്ല. നാളെ നേരം പുലരും മുൻപ് ഞാൻ വരും. അതിനു മുൻപ് ഇരയെ കിട്ടിയില്ലെങ്കിൽ എന്താ കൊച്ചുമുതലാളി? അതിന് ഞാൻ വേണ്ട. തീപിടിച്ച ഭാവത്തിൽ വിശ്വൻ വെട്ടിത്തിരിഞ്ഞ് കൈ ഉയർത്തി. എന്തെങ്കിലും അറിയാതെ ഞാനിങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ ജോർജിന്? പലതും അറിഞ്ഞിട്ട് തന്നെയാണെന്ന് കൂട്ടിക്കോ. വേണ്ടിവന്നാൽ ഈ നിമിഷം ഞാൻ സ്പിരിറ്റിന്റെ ശേഖരം പൊക്കിത്തരാം. പക്ഷെ അങ്ങനെ വന്നാൽ നിന്റെ അരികിൽ സ്പിരിറ്റ് എത്തിക്കുന്നവർ ആരായാലും അവൻ രക്ഷപ്പെട്ടുന്നിരിക്കും. എനിക്ക് വേണ്ടത് നിന്നെയല്ല, അവനെയാണ്. വിശ്വന്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ജോർജ് വീട്ടിൽ പോകുന്നില്ല. ഇവരൊക്കെ ഉണ്ടാവും ഇവിടെ, ഈ കിടക്കുന്ന ബസ്സിലും ലോറികളിലും ഒക്കെ ആയിട്ട്. യഥാർത്ഥ ഏജന്റ് നിന്റെ അടുത്ത് വരാതിരിക്കില്ല. ഇവിടെ ഫോണുണ്ടോ? ഉണ്ട്. വിശ്വൻ ശിവജിക്ക് നേരെ തിരിഞ്ഞു. അതങ്ങ് വലിച്ചു പറിച്ച് കളഞ്ഞേക്കണം. കളയാം. ജോർജിനുള്ള ഭക്ഷണവും ഇവര് കൊണ്ടു തരും. ഇന്ന് നേരത്തെ പണി നിർത്തി മറ്റുള്ളവരെ പറഞ്ഞു വിട്ടേര്. നിന്നെ ഇപ്പൊ തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. അങ്ങനെ വന്നാൽ ശത്രു രക്ഷപ്പെടും. അത് പാടില്ല. ജോർജ് വിയർപ്പിൽ കുളിച്ചു. വസ്ത്രങ്ങൾ ശരീരത്തോടൊട്ടി. ശിവജി ഉൾപ്പെടെ എല്ലാവരെയും നോക്കി തല കുടഞ്ഞിട്ട് വിശ്വൻ ജീപ്പിൽ കയറി. ഇടിമിന്നൽ പോലെ ജീപ്പ് പാഞ്ഞുപോയി. വിളറിയ ഭാവത്തിൽ ജോർജ് ശിവജിയെ നോക്കി. ഞാൻ പോയി പണി ചെയ്യട്ടെ? ചെയ്യ്, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. കുനിഞ്ഞ ശിരസോടെ ജോർജ് ബസ്സിനരികിലേക്ക് നടന്നു. ശിവജി ഗുണ്ടകൾക്ക് നിർദ്ദേശം നൽകി തുടങ്ങി. എല്ലാ ഭാഗത്തും നമ്മുടെ ആളുകൾ കാത്തു നിൽക്കണം. സംശയിക്കത്തക്കതായി ആരെങ്കിലും ഇവിടേക്ക് വന്നാൽ ഉടൻ എന്നെ വിവരം അറിയിക്കണം. അവർ തലയാട്ടി. ഞാൻ വീട്ടിൽ ഒന്ന് പോയിട്ട് ഉടനെ തിരിച്ചെത്താം. ഓട്ടോയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ശിവജിയുടെ മനസ്സ് ചുട്ടുപൊള്ളുകയായിരുന്നു. ഈ തീക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം. ഉടനടി പരിഹാരം കാണേണ്ട പ്രശ്നമാണിത്. വീട്ടിലെത്തിയ ഉടനെ അവൻ മൊബൈൽ ഫോണിലൂടെ അടൂരും പത്തനംതിട്ടയിലും പന്തളത്തും കുറിയാനി പള്ളിയിലും മറ്റുമുള്ള സ്പിരിറ്റിന്റെ ഏജന്റുമാരെ വിളിച്ച് താൻ പറയാതെ ആരും സ്പിരിറ്റിനായി വരരുതെന്ന് ചട്ടം കെട്ടി. പിന്നെ അവൻ തിടുക്കത്തിൽ അമ്മിണിയമ്മയുടെ അടുത്തെത്തി. അമ്മയും ശാരിയും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഒരു പെട്ടിയിലാക്കി ഒരുങ്ങിയിരിക്കണം. ചിലപ്പോൾ നമുക്ക് ഈ രാത്രിയിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വരും. അമ്മിണിയമ്മ അന്താളിച്ചു. എന്താ ശിവജി കാര്യം? അതൊക്കെ പിന്നെ പറയാം. ചിലപ്പോഴേ നമുക്ക് പോകേണ്ടി വരത്തുള്ളൂ. അതുകൊണ്ട് ഇക്കാര്യം മറ്റാരോടും പറയണ്ട. അവൻ പുറത്തേക്കിറങ്ങി. ശാരി സ്കൂളിൽ നിന്ന് വന്നിരുന്നില്ല. തിരികെ വന്ന് അവൻ ഓട്ടോയിൽ കയറി. ജോർജിന്റെ വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് ലിറ്റർ സ്പിരിറ്റാണ്. താനാണ് അവിടെ അത് എത്തിക്കുന്നതെന്ന് ജോർജ് പറഞ്ഞാൽ? വിശ്വന്റെ ഗുണ്ടകളുടെ മുഖം അവൻ ഓർത്തു നോക്കി. തന്റെ കൂടെ നിൽക്കുന്നവർ ഉണ്ടാവുമോ അക്കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ ഒരു കളി നടത്തി നോക്കാമായിരുന്നു. വർക്ക്ഷോപ്പിനരികിൽ അവൻ ഇറങ്ങി. സീതാ മൗണ്ടിലെ കുഞ്ഞുമോന്റെ മരിയ ഹോട്ടലിൽ നിന്നാണ് ഇന്ദ്രൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. ശിവജി ബൂത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ തന്നോട് വിവരം പറയണമെന്ന് വെളുക്കനെ ചട്ടം കെട്ടിയിരുന്നു. പക്ഷേ ശിവജി വിളിച്ചില്ല. മുള്ളംകൊല്ലിക്ക് പോകാൻ ഇന്ദ്രൻ തീരുമാനിച്ചു. ഇത്താപ്പുവിനെ കാണണം. ഒരു സൈക്കിൾ വാടകയ്ക്കെടുത്തായിരുന്നു യാത്ര. ഉച്ചഭക്ഷണത്തിന് ശേഷം തൊഴിലാളികൾ പിന്നെയും പണിക്കിറങ്ങി കഴിഞ്ഞിരുന്നു. മുള്ളംകൊല്ലി കൊട്ടാരത്തിന്റെ ഗേറ്റിന് പുറത്ത് സൈക്കിൾ വെച്ചിട്ട് അവൻ അകത്തേക്ക് നോക്കി. പോർച്ചിൽ ബെൻസ് കാർ കിടക്കുന്നത് കണ്ടു. ഇത്താപ്പു സ്ഥലത്തുണ്ട്. അവൻ അകത്തേക്ക് കയറി. കാൽക്കീഴിലെ ആറ്റുചരലുകൾ കരഞ്ഞു. പുറത്തെങ്ങും ആരുമില്ലായിരുന്നു. അവൻ കോളിംഗ് ബെൽ അമർത്താൻ ഭാവിച്ചു. പെട്ടെന്നാണ് വാതിൽ തുറന്ന് അരുണ പുറത്തേക്ക് വന്നത്. എന്നാൽ തൊട്ടുമുന്നിൽ ഇന്ദ്രനെ കണ്ടതും തീയിൽ ചവിട്ടിയതുപോലെ അവൾ കിടുങ്ങിപ്പോയി. ഇന്ദ്രനും അമ്പരപ്പിൽ അവളെ നോക്കി. പെട്ടെന്ന് ധരിച്ചതുപോലെ വസ്ത്രങ്ങൾ, വിയർപ്പിൽ നനഞ്ഞു പടർന്ന പൊട്ട്. നീ എന്തിനാടി ഇവിടെ വന്നത്? ഇന്ദ്രന്റെ ശബ്ദം പതിഞ്ഞതെങ്കിലും കനത്തതായിരുന്നു. ഏട്ടാ ഞാൻ. സാരിത്തലപ്പ് കൊണ്ട് അവൾ മുഖം തുടച്ചു. ഇവിടത്തെ കൊച്ചമ്മ സുഖമില്ലാണ്ട് കിടക്കുക. ഞാനാ കാര്യങ്ങളെ നോക്കുന്നത്. അവളുടെ ശബ്ദം പതറിയിരുന്നു.
അവൻ അമർത്തി മൂളി. ഇത്താപ്പു മുതലാളിയുണ്ടോ? ആരാ അവിടെ? അരുണയ്ക്ക് പിന്നിൽ വാതിൽക്കൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്രൻ അയാളെ അടിമുടി ഒന്ന് നോക്കി. ഇത്താപ്പു. ഒരു വെള്ളമുണ്ട് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. നെഞ്ചിലെ രോമക്കാടുകളിൽ പുളഞ്ഞുകിടക്കുന്ന കട്ടിയുള്ള മാല. ആരാ നീ? ഞാനാ ഇത്താപ്പു. അതിനിടയിൽ അരുണ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ഇന്ദ്രൻ, അതാ എന്റെ പേര്. അവൻ ഒരു നേർരേഖയിലൂടെ എന്നവണ്ണം അയാളുടെ മുഖത്ത് ദൃഷ്ടി ഉറപ്പിച്ചു. എന്താ നിനക്ക് വേണ്ടത്? ഒരു ചുവന്ന സ്കോർപിയോ. അത് ഇവിടുത്തേതാണോ ആവോ? അവൻ വിനയം ഭാവിച്ചു. ആ, എന്റെ മോടെ വണ്ടിയാ അത്. അതിനെന്ത് പറ്റി? ഇത്താപ്പുവിന്റെ മുഖത്ത് ഉദ്യോഗം തിങ്ങി. കാര്യമായിട്ടൊന്നും പറ്റിയില്ല, പക്ഷെ ഉടനെ പറ്റും. അത് പറയാനാ ഞാൻ വന്നത്. ഇത്താപ്പുവിന്റെ പുരുകങ്ങൾ കൂട്ടിയൊന്നു മുട്ടി. മനസ്സിലായില്ല. വിനയം വിടാതെ ഇന്ദ്രൻ രാവിലത്തെ സംഭവം പറഞ്ഞു. അത്രയുള്ളോ കാര്യം? ഇത്താപ്പു ഉറക്കെ ചിരിച്ചു. എടാ, നിനക്കറിയാമോ, ഒരു വർഷം ഞാനവൾക്ക് 10 വണ്ടിങ്ങിന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഒക്കെ ഇതുപോലെ ഓരോരുത്തരുടെ വണ്ടിക്കിട്ട് താങ്ങുന്നതാ. ഇന്ദ്രന്റെ കണ്ണു തള്ളി. ചിരിച്ചുകൊണ്ട് തന്നെ ഇത്താപ്പു തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. അല്ല മുതലാളി, പോകുവാണോ? പിന്നെ ഞാനെന്ത് ചെയ്യണം? വിവരം പറഞ്ഞു കഴിഞ്ഞില്ലേ ഞാൻ. എന്റെ വണ്ടി പണിയാൻ കാശ്. കാശോ? ഒരു മഹാത്ഭുതം കേട്ടതുപോലെ ഇത്താപ്പു ചിരി തുടർന്നു. എടാ കൊച്ചനെ, നീ എന്നെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ലേ? കേട്ടിട്ടൊക്കെയുണ്ട്, പക്ഷേ അത് ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് വണ്ടി പണിയാൻ പണം വേണം. ഇത്താപ്പുവിന്റെ മുഖമൊന്ന് കൂർത്തു. എന്റെ തോട്ടം, എന്റെ വഴി, എന്റെ മോള് പോന്ന വഴിയിൽ ഓട്ടോ കൊണ്ടിടാൻ നിന്നോട് ആരാടാ പറഞ്ഞത്? സ്കോർപിയോയുടെ പെയിന്റ് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പണം നീയാ ഇങ്ങോട്ട് തരേണ്ടത്. ഇന്ദ്രൻ ആകെ പിരുത്തു കയറി. അപ്പോൾ പണം തരത്തില്ല? ഇല്ല. ഇന്ദ്രന്റെ കണ്ണുകളിലെ ഞരമ്പിൽ ചുവപ്പ് കൂടി വന്നു. പാഞ്ചാലിയുടെ കുടുംബം തകർത്ത നീചനാണിവൻ. ഇവന്റെ നെഞ്ചിടം പിളർക്കാനാണ് വാരിക്കുന്തങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി അതിന് അധിക ദിവസമില്ലതാനും. എങ്കിൽ ഞാൻ വാങ്ങിക്കും മുതലാളി, പറഞ്ഞുപോയി അവൻ. നീയോ? അതെ, ഞാൻ തന്നെ. അവൻ പതുക്കെ പടിയിലേക്ക് കയറി. മക്കളെ സൃഷ്ടിക്കാനും അഹങ്കാരികളായി വളർത്താനും മാത്രമേ താൻ പഠിച്ചിട്ടുള്ളൂ. അവരെ അങ്ങനെ വളർത്തിയാൽ എന്താ ഗുണമെന്ന് തനിക്കറിയണ്ടേ? അവൻ അയാളുടെ തൊട്ടടുത്തെത്തി. ഇവിടത്തെ വലിയ പുള്ളിയായിരിക്കും താൻ, പക്ഷേ താൻ കാശ് തന്നില്ലെങ്കിലുണ്ടല്ലോ പുല്ലേ, കുത്തിക്കീറി നിന്റെ വയറ്റിൽ കുരുമുളക് വാരി നിറയ്ക്കും ഞാൻ. നല്ല ഹോട്ടലിൽ നിന്ന് താൻ ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ല. അതുകൊണ്ടാ ഈ അഹങ്കാരം. ഞെട്ടിപ്പോയി ഇത്താപ്പു. തന്റെ മുഖത്ത് നോക്കി ഇക്കാലത്തിനിടയിൽ ഒരുത്തനും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത്താപ്പുവിന്റെ ചോര തിളച്ചു. നായിന്റെ മോനെ. കൈ ചുരുട്ടി ഇന്ദ്രന്റെ മുഖം ലാക്കാക്കി ഒറ്റയടിയായിരുന്നു അയാൾ. പക്ഷേ ഇടം കൈ കൊണ്ട് ഇന്ദ്രൻ അത് തടഞ്ഞു. നോക്ക്. അവൻ വലങ്കൈ വിടർത്തി കാണിച്ചു. ഇത് ചുരുട്ടി നരച്ച പൂടയുള്ള ഈ നെഞ്ചിൻ കൂടിനിട്ട് ഒന്ന് താങ്ങിയാലുണ്ടല്ലോ, ഈ സിറ്റോട്ട് മുഴുവൻ താൻ പെടുത്തു നശിപ്പിക്കും. പറയുന്നതിനിടയിൽ തന്നെ അവൻ അയാളെ പിടിച്ചു തള്ളി. വേച്ചു വീഴാതെ ഇത്താപ്പു കട്ടിടയിൽ പിടിച്ചു നിന്നു. അയാളുടെ കണ്ണുകൾ ചോര പോലെ ചുവന്നു കലങ്ങി. നീ ആരായാലും ഇത്താപ്പു നിനക്ക് മരണം വിധിച്ചിരിക്കുന്നു. ഈ വരുന്ന രാത്രിക്കപ്പുറം നിനക്ക് ആയുസില്ലടാ. വെട്ടിത്തിരിഞ്ഞ് അയാൾ വാതിൽ വലിച്ചടച്ചു. ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നിട്ട് ഇന്ദ്രൻ മുണ്ട് ചെരിച്ചു കയറ്റി കുത്തിക്കൊണ്ട് തിരിച്ചിറങ്ങി. 15 മിനിറ്റിനുള്ളിൽ കങ്കാണി കാളിയപ്പനും വൈരനും അടങ്ങുന്ന സംഘം ഇത്താപ്പുവിന്റെ മുന്നിലെത്തി ആജ്ഞ കാത്തുനിന്നു. ഒരു പുതിയ അവതാരം. ഇന്ദ്രൻ, ആരാടാ അത്? ഇത്താപ്പു ഗർജിച്ചു. കാളിയപ്പനും വൈരനും പരസ്പരം നോക്കി. അത് പിന്നെ, നീയൊക്കെ ഉണ്ടായിട്ടും ഇവിടെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്താൻ അവൻ വളർന്നു. അങ്ങനെയുള്ള ഒരുത്തൻ ഇവിടെ വയനാട്ടിൽ വേണ്ടടാ. ഇന്ന് രാത്രി എനിക്കവനെ വേണം, കൊത്തി അരിയാൻ. നാളെ അവനെ വെട്ടിമൂടിയതിന്റെ മുകളിൽ എനിക്കൊരു കാപ്പിച്ചെടി നടണം. അപ്പോഴും ആരും മിണ്ടിയില്ല. എന്താടാ നിന്റെയൊക്കെ വായിൽ എന്താടാ? അവനാ മുതലാളി വൈരനെ കുത്തിയത്. കാളിയപ്പൻ പതുക്കെ പറഞ്ഞു. മാത്രമല്ല, മുതലാളി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ ലക്ഷ്മിയില്ലേ, അവിടെ ആങ്ങളെയാവൻ. ഏ? ഇത്താപ്പൂവിന്റെ ശരീരത്തിലെ ഞരമ്പുകൾ ഒന്നിച്ച് വലിഞ്ഞു മുറുകി. ലക്ഷ്മിയുടെ വടിവത്ത രൂപം അയാളുടെ മനസ്സിൽ തെളിയുകയും ചെയ്തു. ഒരു വെടിക്ക് 2 പക്ഷികൾ. അവനെ എന്റെ മുന്നിൽ വരുത്താൻ ഇതിൽ പരം എന്തു വേണം? അയാൾ ക്രൂരമായി ചിരിച്ചു. പിന്നെ ശബ്ദം താഴ്ത്തി ഗുണ്ടകൾക്ക് നിർദ്ദേശം നൽകി. അവർ സന്തോഷത്തോടെ തലയാട്ടി. സന്ധ്യ കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ചാക്കന്റെ വീട്ടിലെത്തി. കൊളവള്ളിയിലെയും സീതാമൗണ്ടിലെയും പുരുഷ പ്രജകളിൽ ഒട്ടുമുക്കാലും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. കടക്കാരൻ ചാക്കോയും ജംബുവും കൂക്കറും മറ്റും ചേർന്ന് അവനെ സ്വീകരിച്ചു. മുറ്റത്ത് ഒരു കസേര ഇട്ടിരുന്നു. ഇന്ദ്രനെ അതിൽ ഇരുത്തി. ചാക്കോയാണ് സംസാരിച്ച് തുടങ്ങിയത്. പിറന്നു വീണത് ഈ മണ്ണിലല്ലേലും ഞാൻ വളർന്നതും ഇത്രയും കാലം ജീവിച്ചതും ഇവിടെയുള്ളവരൊക്കെ എന്റെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെയായ ഞാൻ കണ്ടിട്ടുള്ളതും. അതുകൊണ്ട് ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ജനകീയ സേന വേണമെന്ന് ആദ്യം ചിന്തിച്ചതും ഞാനായിരുന്നു. ഞങ്ങള് അതിനൊരു തുടക്കം കുറിക്കുകയും ചെയ്തു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അത് വേണ്ടത്ര ഫലം ചെയ്തില്ല. എന്നാൽ ഇപ്പോൾ ഈ നാട് മുഴുവൻ ഇന്ദ്രന്റെ കൂടെ. ഇവനൊരു പ്രശ്നം വന്നാൽ അത് നമ്മുടെയും പ്രശ്നമാ. നമുക്ക് വന്നാൽ അത് ഇവന്റെയും. ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിന്നാൽ പിന്നാരും നമ്മളെ കൊണ്ട് മുതലെടുക്കത്തില്ല. എനിക്കുറപ്പാ.
കഞ്ചാവും ചാരവും മോന്തിവെച്ച് കൂട്ടാളികളോടൊപ്പം വൈരൻ വന്നാലോ? കൂട്ടത്തിൽ ആരുടെയോ ചോദ്യം. വന്നാൽ നമ്മളൊന്ന് ചിതർക്കണം, പിന്നവൻ വരത്തില്ല, ജംബു പറഞ്ഞു. ആശയങ്ങളും ചർച്ചകളും നീണ്ടു. അതിനിടെ ഇന്ദ്രൻ പലതും മനസ്സിലാക്കി. അവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ നാലിലൊന്ന് വില പോലും കൊടുക്കാതെയാണ് വൈരനും അവനെ നിയന്ത്രിക്കുന്നവരും തട്ടിയെടുക്കുന്നത്. മാത്രമോ, ബാങ്കുകളിൽ നിന്ന് പലരുടെയും പേരുകളിൽ ലോണുകൾ എടുക്കപ്പെടുന്നു, അവർ പോലും അറിയാതെ. ജപ്തി നോട്ടീസ് വരുമ്പോഴാണ് പലരും അറിയുന്നത് തന്നെ. അതേക്കുറിച്ച് അന്വേഷിക്കാൻ ബാങ്കുകളിൽ ചെന്നാൽ അവർ നൽകിയതായിട്ടുള്ള ബോണ്ടുകൾ അവിടെ കാണും താനും. ഈ നാടിനെ രക്ഷിക്കണമെങ്കിൽ, ആത്മഹത്യകൾ കുറയ്ക്കണമെങ്കിൽ വലിയ തോതിൽ ഒരു ശുദ്ധികലശം വേണ്ടിവരുമെന്ന് അവന് ഉറപ്പായി. പക്ഷേ ഇവിടത്തെ ചർച്ചകൾ അപ്പപ്പോൾ തന്നെ ശത്രുക്കളുടെ കാതിൽ എത്തിപ്പെടുന്നത് മാത്രം അപ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല. ഇന്ദ്രൻ ഒന്നും പറഞ്ഞില്ല. ചാക്കൻ ഓർമ്മിപ്പിച്ചു. അവൻ എഴുന്നേറ്റ് നിന്നു. ശാന്തമായ പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി. ഇന്നലെ വന്നവനാണ് ഞാൻ. എന്റെ പിന്നിൽ അണിനിരക്കാനുള്ള നിങ്ങളുടെയൊക്കെ ആവേശം കണ്ടപ്പോൾ തന്നെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളെക്കുറിച്ച് എനിക്ക് ബോധ്യമായി. എന്തായാലും കുറെ കാലമെങ്കിലും ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. അത്രയും കാലം ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിക്കാം. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. കരഘോഷത്തോടെയാണ് ആളുകൾ ആ അഭിപ്രായം സ്വീകരിച്ചത്. ജനകീയ സേനയിൽ ഇന്ദ്രൻ കഴിഞ്ഞാൽ കൂക്കറും ചാക്കനും ജംബുവുമാണെന്നും അവിടെ വെച്ച് തീരുമാനിച്ചു. പിന്നെ മറ്റൊന്നുകൂടി, പേരുകൊണ്ട് മാത്രമേ നേതാക്കന്മാരുള്ളൂ. ജോലിയൊക്കെ മറ്റുള്ളവരെ പോലെ തന്നെ. വേറൊന്ന്, നേതാക്കന്മാർക്ക് ശമ്പളമൊന്നുമില്ല. അവിടെ അങ്ങനെ തീരുമാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുഗുണന്റെ വീടിന് താഴെ റോഡിൽ ഒരു ജീപ്പ് വന്നു നിന്നു. കങ്കാണി കാളയപ്പനും വൈരനും അടങ്ങുന്ന സംഘം ചാടിയിറങ്ങി. ഞൊടിയിടയിൽ അവർ മുറ്റത്തെത്തി. തിണ്ണയിലിരുന്ന സുഗുണൻ ചാടി എഴുന്നേറ്റു. എന്തിയാടാ അവള് ലക്ഷ്മി? കാളിയപ്പൻ തിരക്കി. സുഗുണൻ അകത്തേക്ക് കൈ ചൂണ്ടി. ആ സംഘം അകത്തേക്ക് പാഞ്ഞു കയറി. പനിയായിരുന്ന സുശീലയ്ക്ക് കഞ്ഞി കൊടുക്കുകയായിരുന്നു ലക്ഷ്മി. ഭദ്രയും അടുത്തുണ്ടായിരുന്നു. തലയുയർത്തിയ അവർ കാണുന്നത് ഗുണ്ടകളെയാണ്. കാളിയപ്പന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ലക്ഷ്മി വിളറി. അയ്യടാ, ഒന്നിനു പകരം രണ്ട് കിളികൾ, പൊക്കിക്കോ! കാളിയപ്പൻ അട്ടഹസിച്ചു. ഗുണ്ടകൾ ലക്ഷ്മിയും ഭദ്രയും പിടിച്ചുയർത്തി. വിടിനടാ, അവർ കുതറി. പക്ഷേ അപ്പോഴേക്കും അവർ ഇരുവരുടെയും കൈകൾ പിന്നിലേക്കാക്കി ബന്ധിച്ച് വായിൽ തുണി കുത്തിത്തിരുകി. മക്കളെ! കരഞ്ഞുകൊണ്ട് സുശീല വല്ല വിധേനയും എഴുന്നേറ്റു. വൈരൻ കാലുയർത്തി അവളുടെ നെഞ്ചിൽ ചവിട്ടി. സുശീലയുടെ നിലവിളി മുറിഞ്ഞു. ഒരു പഴന്തുണി കെട്ടുപോലെ അവർ മലർന്നു വീണു. ഗുണ്ടകൾ ലക്ഷ്മിയെയും ഭദ്രയും എടുത്ത് തോളിലിട്ടുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. ഏതാനും നിമിഷം അനങ്ങാൻ പോലും കഴിയാതെ കിടന്നിട്ട് സുശീല വീണ്ടും എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോൾ മുന്നിൽ രണ്ട് കാലുകൾ കണ്ടു. ഞെട്ടലോടെ അവർ മുകളിലേക്ക് നോക്കി. സുഗുണൻ! ക്രൂരമായ ഒരു ചിരിയോടെ നിൽക്കുകയാണയാൾ. സുഗുണ, എന്റെ കുഞ്ഞുങ്ങള്! പോട്ടെ ചേട്ടത്തി, ഇനി അവരെക്കുറിച്ചോർത്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിന്. ഇപ്പോഴും ഞാൻ ചേട്ടത്തിയെ അങ്ങ് കൊന്നാൽ അത് ഇപ്പോഴിവിടെ നിന്ന് പോയവരുടെ പറ്റിൽ എഴുതിക്കോളും. ചേട്ടത്തെ കൊണ്ട് ഞങ്ങൾക്കുള്ള ശല്യം തീരുകയും ചെയ്യും. അയാൾ പതുക്കെ കുനിഞ്ഞു. സുഗുണ! ബാക്കി പറയാൻ കഴിഞ്ഞില്ല സുശീലയ്ക്ക്. സുഗുണൻ കഴുത്തിൽ പിടിച്ച് മുറുക്കി കഴിഞ്ഞിരുന്നു. തുടരും.